السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. وقال النبي صلى الله عليه وسلم: أحسنوا ضحاياكم فإنها مطاياكم يوم القيامة. ആദരണീയരായ പ്രിയപ്പെട്ട നാട്ടുകാർ, ഈ ഒരു സംഭ്രമത്തിൻ്റെ കാരണക്കാരായ നമ്മുടെ നാട്ടിലെ SVSന്റെ പ്രവർത്തകർ, അതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ, അൽഹംദുലില്ലാഹ്, എന്തുകൊണ്ടും സ്വാഗതാർഹമായ ഒരു വിഷയമാണ്. ഇതിലേക്ക് വേണ്ടി വന്ന എല്ലാ മുഅ്മിനീങ്ങളും പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജയുടെ മഹത്വം മനസ്സിലാക്കാനും അതിലെ ഉളുഹിയത്ത് എന്നുള്ള കർമ്മത്തിനെ കുറിച്ച് മനസ്സിലാക്കാനുമാണ് ഈ ഒരു ക്ലാസ്. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞ് നമ്മുടെ SVSന്റെ കീഴിൽ മാസാന്തരം നടക്കുന്ന ദിക്ർ ഹൽക്ക പരിപാടിയും കൂടിയുണ്ട്. ഉളുഹിയത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ മസാലകളിലേക്കാണ് ഞാൻ കടക്കുന്നത്. പൂർണ്ണമായി പറയാൻ കഴിയില്ല, കാരണം അത്രയും വിശാലമാണ് ഉളുഹിയത്ത് എന്ന് പറയുന്ന വിഷയം. അത് ബലിപെരുമാർ മാത്രം നമുക്ക് ആവശ്യമാണെങ്കിലും അതിനെക്കുറിച്ച് വിശാലമായി പഠിക്കൽ നമുക്ക് അനിവാര്യമാണ്. ഇൻഷാ അല്ലാഹ് ക്ലാസ് ചെറിയ രൂപത്തിലേക്ക് തിരിച്ചുകൊണ്ട് അതിനുശേഷം നമുക്കുള്ള സംശയങ്ങൾ തീർക്കാനുള്ള, ഓരോരുത്തർക്കും ഉളുഹിയത്തിന് സംബന്ധമായ ഏതെങ്കിലും വിഷയങ്ങളിൽ സംശയമുണ്ടെങ്കിൽ അത് ചോദിച്ച് അതിന് മറുപടി പറയാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ബലിപെരുന്നാൾ എന്ന് പറയുന്ന പേര് തന്നെ ബലികർമ്മം നിർവഹിക്കുക എന്ന സൂചനയിൽ അത് വരുത്തുന്നുണ്ട്. ബലിപെരുന്നാൾ, ധാരാളം ബലികർമ്മങ്ങൾ നിർവഹിക്കുക, അല്ലെങ്കിൽ ഈദുൽ അക്ബർ, വലിയ പെരുന്നാൾ. രണ്ട് പ്രയോഗമാണ്. ഈദുൽ അദ്ഹ എന്ന് പറഞ്ഞാൽ ബലിപെരുന്നാൾ എന്നർത്ഥം. ഈദുൽ അക്ബർ എന്ന് പറഞ്ഞാൽ വലിയ പെരുന്നാൾ എന്നർത്ഥം. അങ്ങനെ രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാൾ റമദാനിലെ പെരുന്നാളല്ല, മറിച്ച് ബലിപെരുന്നാൾ, വലിയ പെരുന്നാൾ എന്ന് പറയപ്പെടുന്ന ഈ ഒരു പെരുന്നാളാണ് ഏറ്റവും വലിയ പെരുന്നാൾ. അങ്ങനെ വലിയ പെരുന്നാളെന്നും അല്ലെങ്കിൽ ബലിപെരുന്നാളെന്നും രണ്ട് പ്രയോഗങ്ങളും ശറഇന്റെ അടിസ്ഥാനത്തിൽ വന്നുള്ളതായ പ്രയോഗങ്ങളാണ്. അപ്പോ ബലി പെരുന്നാൾ എന്ന് പറയുമ്പോൾ അതിൽ മഹാന്മാരായ പണ്ഡിതന്മാർ സൂചന കൊടുക്കുന്നത് വലിയ പെരുന്നാളിൽ അറുത്തു കൊടുക്കേണ്ടതായ ഉളുഹിയത്ത് സംബന്ധമായ വിഷയമാണ്. പരിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാം, ഈ ഉളുഹിയത്ത് എന്നുള്ള കർമ്മത്തിന്റെ കൽപ്പന, പ്രോത്സാഹനം എവിടെ നിന്ന് വന്നു? അത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധാരാളം ഖൈർ അല്ലാഹു തആല കൊടുത്തു. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താനായി അല്ലാഹു തആല പറഞ്ഞു, ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. നിങ്ങൾ ബലിപെരുന്നാൾ ആഘോഷിക്കണം, ബലിപെരുന്നാൾ നിങ്ങൾ ആഘോഷിക്കണം. അതേപോലെ തന്നെ ആ ബലിപെരുന്നാൾ കഴിഞ്ഞാൽ വൻഹർ, അതോടൊപ്പം നിങ്ങൾ ബലികർമ്മങ്ങളും നിർവഹിക്കണം. ഇത് ഒരു അടിമ അല്ലാഹുവിന് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇബാദത്താണ്. നിസ്കാരങ്ങളും അതേപോലെ തന്നെ നിസ്കാരത്തിനോടൊപ്പമുള്ള ഭക്ഷണങ്ങൾ ഒരു മുഅ്മിനായ മനുഷ്യനെ
അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള കുടുംബത്തിലുള്ള പാവപ്പെട്ടവരെ ഭക്ഷിപ്പിക്കുക, ഇതൊക്കെയാണ് ബലികർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൻഹർ, നിങ്ങൾ അറുത്തു കൊടുക്കണമെന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ കൽപ്പനയാണ്. രണ്ടാമതായി മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അഹ്സിനു വഹായാകും ഫഇന്നഹാ മതായാകും യൗമൽ ഖിയാമ. നിങ്ങൾ ഉളുഹിയത്ത് അറുത്തു കൊടുക്കുമ്പോൾ നല്ല മൃഗങ്ങളെ നോക്കിയിട്ടാണ് ഉളുഹിയത്ത് അറുത്തു കൊടുക്കേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ നല്ല മൃഗങ്ങൾ കൊടുക്കാൻ കാരണം? ഫഇന്നഹാ മതായാകും യൗമൽ ഖിയാമ. ഖിയാമത്തിനാളിൽ നിങ്ങൾക്കുള്ള വാഹനമാണ് നിങ്ങൾ ബലി കൊടുക്കുന്നതായ മൃഗങ്ങൾ. എത്ര ആരോഗ്യമുള്ള മൃഗത്തിനെയാണോ ബലി കൊടുക്കുന്നത്, അത്രയും അനുസരിച്ച് ഖിയാമത്തിനാളിൽ നമുക്ക് നമ്മളെ മഹ്ശറിൽ അത് യാത്ര ചെയ്യാൻ നമുക്ക് വലിയ കാരണമാണ്. നമുക്കറിയാം ഖിയാമത്തിനാളിന്റെ ഭയാനകത, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പോ അവിടെ നമുക്കുള്ള വലിയൊരു വാഹനമാണ് ബലികർമ്മം എന്ന് പറയുന്നത്. അതിന്റെ ചരിത്രങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറൊരു ഹദീസിലൂടെ പറയുന്നുണ്ട്, മൻ വജദ സഅതൻ ലിഅയ്യുളഹിയ. ഒരാൾക്ക് ഉളുഹിയത്ത് കൊടുക്കാനുള്ള കഴിവ് അല്ലാഹു തആല കൊടുക്കും. അതുള്ള കഴിവ് എന്താണ്? ആ കഴിവ് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അപ്പോ ഉളുഹിയത്ത് കൊടുക്കാനുള്ള കഴിവ് അല്ലാഹു തആല സാമ്പത്തികമായ ബറക്കത്ത് അല്ലാഹു തആല കൊടുത്ത ഒരാള്, അയാൾ ഉളുഹിയത്ത് അറുത്തില്ലെങ്കിൽ ഫലാ യഖ്റുബന്ന മുസല്ലാന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീർച്ചയായും അവന് പെരുന്നാളിന് നമ്മളോടൊപ്പം നിസ്കരിക്കരുത്. ഫലാ യഖ്റുബന്ന, തീർച്ചയായും അവന് നമ്മളോടൊപ്പം നിസ്കരിക്കാൻ വരരുത്. കാരണം അല്ലാഹു തആല കൊടുത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കെ ഒരു പെരുന്നാളിന് ഉളുഹിയത്ത് കൊടുക്കാൻ കഴിയാതെ മനസ്സ് തുനിയുന്നില്ല എങ്കിൽ അവൻ നമ്മളോടൊപ്പം നിസ്കരിക്കാൻ വരരുത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും പള്ളിയിലേക്ക് വരണം, നിസ്കരിക്കാൻ വേണ്ടി വരണം, കൂട്ടായ്മയിലേക്ക് വരണം എന്ന് സമൂഹത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്, ഫലാ യഖ്റുബന്ന മുസല്ലാന, തീർച്ചയായും നമ്മളോടൊപ്പം നിസ്കരിക്കാൻ അവൻ വരരുത്. ആര്? ഉളുഹിയത്ത് അറുത്തു കൊടുക്കാനുള്ള കഴിവുള്ള ആള്. ഫലം യുളഹി, അവൻ ഉളുഹിയത്ത് അറുത്തു കൊടുത്തില്ലെങ്കിൽ. അപ്പൊ ഉളുഹിയത്ത് കർമ്മത്തിന്റെ ആ പ്രാധാന്യം തന്നെ ഈ ഹദീസിലൂടെ ധാരാളം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. എന്തിനാണ് ഉളുഹിയത്ത് കർമ്മം ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മഹ്ദിയായ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയോട് പറയാണ്, ഓളെ നീ ഉളുഹിയത്ത് അറുത്തു കൊടുക്കണം. അങ്ങനെ ഉളുഹിയത്ത് അറുത്തു കൊടുത്തു കഴിഞ്ഞാൽ ആ ഉളുഹിയത്ത് അറുക്കപ്പെടുന്നതായ മൃഗത്തിന്റെ ആദ്യത്തെ രക്തത്തിന്റെ തുള്ളി ഭൂമിയിലേക്ക് ഇറ്റലോടുകൂടെ നിന്റെ ജീവിതത്തിൽ വന്ന എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തന്നു. എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തന്നു. അപ്പൊ നമ്മുടെ തിന്മകളെ പൊറുപ്പിക്കാനുള്ള വലിയൊരു കാരണം കൂടിയാണ് ഉളുഹിയത്ത് കർമ്മം എന്ന് പറയുന്നത്. അപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ അങ്ങോട്ട് ചോദിച്ചു, നബിയെ, ഹല്ലന അഹ്ലു ബൈത്തിൻ ഖാസ, ഇത് നബി തങ്ങളുടെ കുടുംബക്കാരായ നമുക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണോ? ബലിപെരുന്നാളിനെ ഒരു മൃഗത്തെ ഉളുഹിയത്ത് അറുത്തു കൊടുത്താൽ അവിടെ തിന്മകളെല്ലാം അല്ലാഹു തആല പുറത്തു തരുന്നു എന്ന് പറയുന്നത് ഇത് നബി തങ്ങളുടെ കുടുംബത്തിന് മാത്രമാണോ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അല്ല, എല്ലാവർക്കും, ലനാ വലിൽ മുസ്ലിമീന ആമ്മ, അത് നബി കുടുംബത്തിനും ബാധകമാണ്, ലോകത്തിലുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്കും ബാധകമാണ്. അപ്പൊ ഏത് മുസ്ലിമും ബലി കൊടുക്കലോടുകൂടെ, ഉളുഹിയത്ത് കർമ്മം നിർവഹിക്കലോടുകൂടെ എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരുന്നു എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പൊ അത്രയും മഹത്വമുള്ളതാണ്. ഇനി അതിന്റെ വിധി എന്താണ്? നമ്മളൊക്കെ ഷാഫി മദ്ഹബുകാരാണ്. ഷാഫി മദ്ഹബിൽ എന്താണ് ഉളുഹിയത്തിനെ സംബന്ധിച്ചുള്ള വിധി? ഷാഫി മദ്ഹബിൽ ഉളുഹിയത്ത്
അറുത്തു കൊടുക്കൽ മുഅക്കദായ സുന്നത്താണ്. അതേ സമയത്ത് ചില മദ്ഹബുകളിൽ നിർബന്ധമെന്ന് പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിൽ ഹനഫികൾക്ക് കഴിവുണ്ട് എങ്കിൽ ഉളുഹിയത്ത് കൊടുക്കൽ എന്താണ്? നിർബന്ധമാണ്. ഷാഫി മദ്ഹബിൽ മുഅക്കദായ സുന്നത്താണ്, കൂടുതൽ പ്രതിഫലം കിട്ടുന്നതായ ഒരു സുന്നത്താണ്. സുന്നത്ത് എന്ന് പറയുമ്പോൾ ഒരു വീട്ടിലുള്ള ഒരാള് ഉളിയത്ത് കർമ്മം നിർവഹിക്കുകയാണ്. ഉദാഹരണത്തിന് ഒരു വാപ്പ ഉളിയത്ത് കൊടുത്തു എങ്കിൽ അതിൻ്റെ പ്രതിഫലം ആർക്കൊക്കെ ബാധ കിട്ടും? ആ വാപ്പയ്ക്ക് മാത്രമല്ല, ആ വീട്ടിലുള്ള ഉമ്മക്ക് കിട്ടും. ആ വീട്ടിൽ ആരൊക്കെ താമസിക്കുന്നുവോ അവർക്കൊക്കെ അതിൻ്റെ പ്രതിഫലമുണ്ട്. അതേ സമയത്ത് അവരോടെന്താണ്ട് തേട്ടമുണ്ട്. പക്ഷേ ഈ വാപ്പ കിട്ടുന്ന പ്രതിഫലം അവർ കിട്ടൂല. ആഖിറത്തിൽ എന്തുകൊണ്ട് നീ ഉളുഹിയത്ത് കർമ്മം നിർവഹിച്ചില്ല എന്നുള്ള ചോദ്യം ഒരു വാപ്പ അറുത്തത് കൊണ്ട്, വീട്ടിലുള്ളൊരു യജമാനൻ അറുത്തത് കൊണ്ട് ഭാര്യയോട് ചോദ്യമില്ല, ആ വീട്ടിലുള്ള മക്കളോട് ചോദ്യമില്ല. അതേ സമയത്ത് അവർക്ക് ഉളുഹിയത്തിന്റെ പരിപൂർണമായ പ്രതിഫലം കിട്ടണോ എങ്കിൽ അവർ ഓരോരുത്തർക്കും അറുത്തു കൊടുക്കണമെന്നുണ്ട്, സുന്നത്തുണ്ട്. അത് സുന്നത്ത് കിഫായാണ്. സുന്നത്ത് കിഫായ എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ഒരാൾ അറുത്താൽ ആ സുന്നത്ത് നിർവഹിച്ചു എന്നുള്ള കൂലി, അതിൽ നിന്ന് ആ കർമ്മം ചെയ്തു എന്നത് അതിൽ നിന്ന് ചെയ്യാത്തവർക്കും കൂടി ആ തേട്ടത്തിൽ നിന്ന് ഒഴിവായി. കാരണം അവർ ഒരാളെന്തായി? ഉളിയത്ത് കൊടുത്തു. അതേ സമയത്ത് ഒരു വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ജ്യേഷ്ഠന്മാരുണ്ടാവും, അനുജന്മാരുണ്ടാവും, പെങ്ങന്മാരുണ്ടാവും, വലിയ വീടാണ്. അപ്പോൾ ആ വീട്ടിൽപ്പെട്ട ഒരാൾ അറുത്തു കൊടുത്തു. അതിൽപ്പെട്ട ഒരാൾ അറുത്തു കൊടുത്താൽ ബാക്കിയുള്ള ആൾക്കൊക്കെ കഴിവുണ്ട് ഉളിയത്ത് അറുക്കാൻ വേണ്ടിയിട്ട്, കഴിവുണ്ട്. അങ്ങനെ ഒരാൾ അറുത്തു കൊടുത്താൽ ആഖിറത്തില് ബാക്കിയുള്ള ആൾക്കാരോട് നിങ്ങൾ എന്ത് അറുത്തു കൊടുത്തില്ല എന്നുള്ള ചോദ്യമില്ല. പക്ഷെ ഉളിയത്ത് കൊടുത്തതിന്റെ പ്രതിഫലമായിരിക്കാണ് ആ കൊടുത്ത ആൾക്ക് മാത്രം. ആ ഉളിയത്ത് കൊടുത്ത കഴിവുള്ള ആൾക്ക് മാത്രമേ എന്തുണ്ട് കൂലിയുള്ളൂ. അതോടൊപ്പം ഉളിയത്ത് കൊടുക്കാൻ കഴിവുള്ള വേറെ ആളുണ്ട്, അവർക്ക് ഉളിയത്ത് അറുത്തു കൊടുത്തു എന്നുള്ളതിൻ്റെ പ്രതിഫലം അവർക്കില്ല. കാരണം എന്താണ്? അവർ ആ കർമ്മം നിർവഹിച്ചില്ല. അതേ സമയത്ത് നിങ്ങൾ എന്തേ അറുക്കാത്തത് എന്നുള്ള ചോദ്യം ആഖിറത്തിൽ വരില്ല. കാരണം എന്താണ്? ഒരാൾ അറുത്തു കൊടുത്തത് കൊണ്ട്. ഏതുപോലെ? മയ്യിത്ത് നിസ്കാരം പോലെ. മയ്യിത്ത് നിസ്കാരം ഫർള് കിഫായാണ്. ഫർള് കിഫായ എന്ന് പറയുമ്പോൾ ആ നാട്ടിൽപ്പെട്ട ഏതെങ്കിലും കുറച്ച് ആൾക്കാർ വന്ന് ചെയ്യലത് നിർബന്ധം തന്നെ. മയ്യത്തിന്റെ പരിപാലനം ചെയ്യുക, കുളിപ്പിക്കുകയൊക്കെ നിർബന്ധമാണ്. അങ്ങനെ ഒരാൾ ചെയ്താൽ എന്തായി? ആ നാട്ടുകാർ മുഴുവൻ എന്തായി? ആ കുറ്റത്തിൽ നിന്ന് ഒഴിവായി. അതേ സമയത്ത് മയ്യത്തിന് കുളിപ്പിച്ച ആളുണ്ടാവും, ആ മയ്യത്തിന് പരിപാലനം ചെയ്ത ആളുണ്ടാവും, ഖബർ വെച്ച ആളുണ്ടാവും. എല്ലാ കാര്യം ചെയ്തു കൊടുത്ത ആൾക്ക് ഓർക്ക് അതിന്റെ ചെയ്തതിന്റെ കൂലി കിട്ടും. കുളിപ്പിച്ചതിന്റെ കൂലിയുണ്ട്, ആ കഫൻ ചെയ്തതിന്റെ കൂലിയുണ്ട്, അതിന് മറവ് ചെയ്തതിന്റെ കൂലിയുണ്ട്. അതേ സമയത്ത് നാട്ടിൽ നിന്ന് കുറച്ചാൾക്കാർ വന്ന് ബാക്കിയുള്ള ആളാരും വന്നില്ല എങ്കിൽ അവർക്ക് കുളിപ്പിച്ചതിന്റെ കൂലി കിട്ടൂല, ബാക്കിയുള്ള ആൾക്ക് കുളിപ്പിച്ചതിന്റെ കൂലി കിട്ടൂല, മറവ് ചെയ്തതിന്റെ കൂലി കിട്ടൂല. കാരണം എന്താണ്? അവർ ചെയ്യാത്തത് കൊണ്ട്. അതേപോലെയാണ് സുന്നത്ത് കിഫായ എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാർ ഉളിയത്ത് അറുത്തില്ല എന്ന് തേട്ടം ആഖിറത്തിലില്ല, മറിച്ച് അവർക്കിതിന്റെ കൂലി കിട്ടണമെങ്കിൽ കഴിവുണ്ടെങ്കിൽ ഓരോരുത്തരും മറക്കൽ എന്താണ്? സുന്നത്താണ്. ഇനി എപ്പോഴാണ് അതിൻ്റെ സമയം? ഉളിയത്ത് അറുക്കുന്നതിൻ്റെ സമയം എപ്പോഴാണ്? പെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ച് ചുരുങ്ങിയ 2 റക്അത്ത് നിസ്കാരം, ചുരുങ്ങിയ 2 ഖുതുബ, ഏകദേശം ഒരു 10 മിനിറ്റ്, 1/4 മണിക്കൂർ മതി. അതിനെക്കാട്ടി ചുരുക്കാനൊക്കെ പറ്റും. അവ ചുരുങ്ങിയ 2 റക്അത്ത് നിസ്കാരം, 2 ഖുതുബന്റെ സമയം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചതിന് ശേഷം എങ്കിൽ എന്താക്കാം? ഉളിയത്ത് കർമ്മം നിർവഹിക്കാം. ചിലപ്പോ പള്ളിയിൽ നിസ്കാരം 8 മണിക്കായിരിക്കും. സൂര്യൻ ഇപ്പോൾ ഏകദേശം 6:05 10 ഉദിക്കുന്നു. സൂര്യൻ 1/4 മണിക്കൂർ കഴിഞ്ഞാൽ ഉളിയത്തിന്റെ സമയമായി. നിസ്കാരത്തിന് മുന്നേ മണിക്ക് അറുത്ത് കൊടുക്കാം, സമയമായി. പക്ഷെ അഫ്ളൽ എന്താണ്?
അഫ്ളല് അത് സൂര്യൻ ഉദിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിയണം. ഏകദേശം ഖദർ റുംഹ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് എന്താ ഉത്തമമായ രൂപം. പിന്നെയും അഫ്ളൽ എന്താണ്? പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എന്താക്കുക? പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഒളിയത്ത് കർമ്മം കൊടുക്കുക. അതുകൊണ്ടാണ് ബലിപെരുന്നാൾ പെട്ടെന്ന് നിസ്കരിക്കൽ എന്താക്കിയത്? സുന്നത്താക്കിയത്. കാരണം ഒളിയത്ത് കൊടുക്കാൻ ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് ഒളിയത്ത് കർമ്മം നിർവഹിച്ചതിന് ശേഷം കുടുംബത്തിൽ പോകാനുണ്ടാവും. പെരുന്നാളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഒളിയത്ത് എന്താക്കിയത്? ബലിപെരുന്നാൾ ഒളിയത്ത് അറുക്കാൻ വേണ്ടി വലിയ പെരുന്നാൾ നിസ്കാരം പെട്ടെന്നാക്കിയത്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ സമയം. അപ്പൊ പള്ളിയിൽ ചിലപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടാവില്ല, 8 മണിക്കാണ് നിസ്കാരം. അപ്പൊ ചില ആൾക്കാരോ പള്ളിയിൽ നിസ്കരിക്കുന്നതിന് കൊടുക്കാൻ പറ്റും. ഉളിഹത്തിന്റെ സമയമായി. ഉളിഹത്തിന്റെ സമയം സൂര്യൻ ഉദിച്ചിട്ടൊരു കാമണിക്കൂർ കൈയോട് ചുരുങ്ങിയ 2 റക്അത്ത് നിസ്കാരം, ചുരുങ്ങിയ 2 ഖുത്ബന്റെ സമയമാകലോടുകൂടി ഉളിഹത്തിന്റെ സമയം. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞാൽ അതിന്റെ അഫ്ളലായ സമയമായി. അപ്പൊ പള്ളിയിൽ നിസ്കരിക്കാതെ അതിന് മുമ്പ് എന്താണെന്ന് വെച്ചാൽ ഉളിഹത്ത് കൊടുക്കാം. അതിന്റെ സമയമായി. പിന്നെ ആ സമയം ഏതുവരെയാണ് നീണ്ടു നിൽക്കുന്നത്? അത് പെരുന്നാൾ ദുൽഹിജ്ജ 10. ആ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം അയ്യാമത്ത് ശരീക്കിന്റെ 1, 2, 3 അഥവാ ദുൽഹിജ്ജ 11, 12, 13 ഈ ദിവസങ്ങളിൽ ദുൽഹിജ്ജയുടെ അയ്യാമത്ത് ശരീക്കിന്റെ അവസാനത്തെ ദിവസം ദുൽഹിജ്ജ 13ന്റെ മഗ്രിബിന് മുമ്പായി അറുത്തു കൊടുക്കാവുന്നതാണ്. മഗ്രിബിന്റെ സമയം വരെ അറുത്തു കൊടുക്കാം. അത്രയും വിശാലമായ സമയമുണ്ട്. പക്ഷെ ഏറ്റവും ഉത്തമം എന്താണ്? ഏറ്റവും ശ്രേഷ്ഠമായത് അത് പെരുന്നാളിന് കൊടുക്കൽ തന്നെയാണ്. പെരുന്നാളിന് കൊടുക്കലാണ് ഏറ്റവും ദുൽഹിജ്ജ 10ന്റെ അന്ന് ഉളിയത്ത് കൊടുക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരേ ഒരു പെരുന്നാളിന് 100 ഒട്ടകത്തിന് അറുത്ത് കൊടുത്തിട്ടുണ്ട്. അതെപ്പോഴാണ് കൊടുത്തത്? പെരുന്നാളിന്റെ അതേ ദിവസം തന്നെ. അതേ സമയത്ത് നാളെ പെരുന്നാളിനന്ന് കുറച്ച്, പിന്നെ ഇങ്ങനെ 11, 12, 13 ഓരോ ദിവസം കൊടുക്കാം. കൊടുക്കുന്നതിന് വിരോധമില്ല. അയ്യാമത്തെ ശരീക്കിന്റെ അവസാന സമയം വരെ കൊടുക്കാം. പക്ഷെ ഉത്തമം എന്താണ്? പെരുന്നാളിനന്ന് കൊടുക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 ഒട്ടകം അറുത്തപ്പോഴും ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുന്നാളിന്റെ അന്ന് തന്നെ എന്തായി? അറുത്തു കൊടുത്തു. 63 ഒട്ടകത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം കൈ കൊണ്ട് അറുത്തു. സ്വന്തം കൈ കൊണ്ട് അറുത്തു കൊടുത്തു. അപ്പൊ ഉളിയത്ത് അറുക്കുന്ന ആള് അവർ തന്നെ സ്വന്തം അറുക്കൽ എന്താണ്? സുന്നത്താണ്. അതേപോലെ തന്നെ സ്വന്തം കുടുംബത്തിന്റെ മുന്നിൽ നിന്ന് അറുക്കുക. ആ അറുക്കുന്ന സമയത്ത് അവിടെ ഭാര്യ മക്കളൊക്കെ ഉണ്ടാകല് അതൊക്കെ സുന്നത്താണ്. അവിടെ മുമ്പിൽ വെച്ച് അറുത്തു കൊടുക്കുക. അതെന്താണ്? പ്രത്യേകമായ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോട് അങ്ങനെ അറുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ പറഞ്ഞു അതിൻ്റെ അടുത്ത് നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കാരണം അപ്പൊ ആ സമയത്തുള്ളവർക്കൊക്കെ അവരെ മുഴുവനും പാപം പൊറുപ്പിക്കാൻ അതൊരു കാരണമാണ്. അതുകൊണ്ട് കുടുംബത്തിന്റെ അടുത്ത് വെച്ച് അറുക്കൽ എന്താണ്? സുന്നത്താണ്. അപ്പൊ ഏറ്റവും നല്ലത് പെരുന്നാളിന്റെ ദിവസം, കാരണം ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട പെരുന്നാളിന്റെ അന്ന് തന്നെ ഒരുപാട് അമലുകൾ ചെയ്യുക. അപ്പോ പെരുന്നാളിന്റെ അന്ന് ദിവസം ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ സദഖയാണ്. അന്ന് ഏത് റിലീഫോ കാര്യങ്ങളോ അതിനൊന്നും വലിയ മഹത്വമില്ല. പെരുന്നാളിന്റെ അന്ന് കൊടുക്കേണ്ട ഏറ്റവും വലിയ സദഖ അത് ബലി കൊടുക്കുക എന്ന് തന്നെയാണ്. ഉളിയത്ത് കർമ്മം നിർവഹിക്കലാണ് പെരുന്നാളിന്റെ അന്ന് കൊടുക്കുന്ന ഏറ്റവും വലിയ. അന്ന് ഒരാൾ 1 ലക്ഷം രൂപ ആർക്ക് ഒരു സംഭാവന ചെയ്തു, അല്ലെങ്കിൽ പെരുന്നാൾ എന്ന് വേറെ ആവശ്യത്തിന് വേണ്ടി കൊടുക്കാം. പക്ഷേ ഉളിയത്ത് കൊടുക്കുന്നതിന്റെ അത്ര മഹത്വം അന്ന് ഒരു സദഖ കൊടുക്കുന്നതിനില്ല. അപ്പൊ അത്രയും ഗൗരവമാണ്, അത്രയും ശ്രേഷ്ഠമാക്കപ്പെട്ടതായ ഒരു അമലാണ് ഉളിയത്ത് കർമ്മം എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇനി ഉളിയത്ത് കൊടുക്കുന്നതായ ജീവികൾ നമുക്കറിയാം. നമ്മുടെ നാട്ടിലൊക്കെ ആട്, അതുപോലെ തന്നെ മാട് എന്നൊക്കെ പറഞ്ഞാൽ പോത്ത്, പശു, ഇങ്ങനെ ബോരി എന്ന് പറയല്ലേ, ബോരിയല്ലായി. ഇതൊക്കെ എന്താണ്? ഉളിയത്ത് കൊടുക്കാൻ പറ്റിയതാണ്. അപ്പൊ അതിൻ്റെ
ഒട്ടകം ഉളിയത്ത് കൊടുക്കേണ്ട ജീവിയാണ്. 3 ജീവികളിലാണ് ഒട്ടകം, 3 ജീവികളിലാണ് ഉളിയത്ത് കർമ്മം ഉള്ളത്. ഒന്ന് ഒട്ടകം, അതുപോലെ തന്നെ ആട്, പിന്നെ മാട് എന്ന് പറഞ്ഞാൽ പശു, പോത്ത് എല്ലാം ഉൾപ്പെടെയുള്ള ഇതല്ലാതെ വേറെ ഒരു ജീവിയിലും എന്തില്ല, ഉളിയത്ത് കർമ്മമില്ല. ഇതല്ലാത്ത ഈ 3 ജീവികളില്ലാത്ത വേറെ ഒരു ജീവിയിലും എന്തില്ല, ഒരു മദ്ഹബിൽ അങ്ങനെ ഇല്ല. അംഗീകരിക്കപ്പെടുന്നതായ മദ്ഹബിൽ ഈ 3 ജീവികളില്ലാത്ത ഒരു ഉളിയത്ത് കർമ്മം ഇല്ല. അപ്പൊ പിന്നെ എത്ര വയസ്സാകണം ആ ജീവികൾക്ക്? നമ്മുടെ നാട്ടിൽ സാധാരണ ആടിറക്കുമ്പോൾ ആടിനിക്ക്, നമ്മുടെ നാട്ടിലുള്ള ആടാണ് മാസ് എന്ന് പറയും, അതിന് 2 വയസ്സ് കഴിഞ്ഞ് 3-ാമത്തെ വയസ്സിലേക്ക് കടന്നിരിക്കണം. അത് അങ്ങനെ പറയുന്നത് എന്തിനാണ്? 2 വയസ്സ് കഴിഞ്ഞ് 3-ാമത്തെ വയസ്സിലേക്ക് കടന്നിരിക്കണം എന്ന് പറയുമ്പോൾ പരിപൂർണമായി 2 വയസ്സ് എന്താകണം, തികയണം എന്നർത്ഥം. 2 വയസ്സിന് ഒരു ദിവസം വെച്ച് ബാക്കിയുണ്ടാവും, അല്ലെങ്കിൽ ഒരു മാസത്തിന് കുറവുണ്ടാവും, പറ്റൂല. 2 വയസ്സ് പരിപൂർണമായി കഴിയണം. പോത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ 2 വയസ്സ് പൂർണ്ണമായിട്ട് എന്താണ് കഴിയണം. 2 വയസ്സ് കഴിഞ്ഞ് 3-ാമത്തെ വയസ്സിലേക്ക് അത് ആയിരിക്കണം. അത് പറഞ്ഞത് പരിപൂർണമായി 2 വയസ്സാകണം എന്നതാണ്. ക്ലിയർ ഇല്ല? എടുക്കുക. അപ്പൊ ഉളുഹിയത്തിന്റെ അറുക്കപ്പെടുന്നതായ മൃഗത്തിൻ്റെതായ വയസ്സ് 2 വയസ്സ് കഴിഞ്ഞ് 3-ാമത്തതിലേക്ക്. ഏതിൻ്റെ? ആട്, മാട്. ഒട്ടകമാണെങ്കിൽ 5 വയസ്സ് കഴിഞ്ഞ് 6-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചത് ആകണം. ഇതാണ് ഉളുഹിയത്ത് അറുക്കപ്പെടുന്നതായ ജീവിയുടെ വയസ്സിൻ്റെ കണക്ക്. ഇനി ഏറ്റവും നല്ലതെന്താണ്? ഈ 3 ജീവികളിൽ നിന്ന് ഏറ്റവും ഉളുഹിയത്ത് കൊടുക്കാൻ നല്ലതെന്താണ്? അത് ഏറ്റവും നല്ലത് ഒട്ടകം കൊടുക്കലാണ് ഏറ്റവും നല്ലത്. രണ്ടാമതായി പശു, അതിൻ്റെ ജിൻസിൽപ്പെട്ട പോത്ത്, പോരി എല്ലാം ഒരേപോലെ ഒരേ ഹുക്കുമാണ്. 3-ാമതാണ് നമ്മുടെ നെയ്യാടെന്ന് പറഞ്ഞിട്ട് ഇല്ല. 4-ാമതാടാണ് കോലാട്. ആടിൻ്റെ ഗ്രേഡ് 4-ാമത്തെ ഗ്രേഡാണ്. അതാണ്. അപ്പോ ആടാണോ നല്ലത്, പോത്താണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? പോത്ത് കൊടുക്കലാണ് നല്ലത്. കാരണം എന്താണ്? അന്നഹ അക്സറുൽ ലഹ്ം, കൂടുതൽ മാംസമുള്ളത്. പാവങ്ങളായ മിസ്കീന്മാർക്ക് അല്ലെങ്കിൽ അന്ന് മുഅ്മിനീങ്ങൾക്ക് ഭക്ഷിക്കുക, സന്തോഷിക്കുക. അല്ലാഹു തആല പറഞ്ഞൊരു സന്തോഷമാണ്. സന്തോഷം ഉണ്ടാകുമ്പോൾ മാംസം കഴിക്കൽ സന്തോഷത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഈ മാടാകുമ്പോൾ കൂടുതൽ അതിൽ മാംസം ഉണ്ടാകാൻ ഉള്ളത് കൊണ്ട് പോത്ത് കൊടുക്കലാണ് ഏറ്റവും നല്ലത്. ഇനി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒട്ടകത്തിൽ ഒരു ഷെയറാകുക, പിന്നെയാണ് പോത്തിൽ ഒരു ഷെയറാകുക. പോത്ത് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഏറ്റവും വസബു ഷിയാഇൻ അഫ്ദലു മിൻ ബഈർ, ഇവകളിൽ നിന്ന് ഏറ്റവും ഉളുഹിയത്ത് ഒരാൾക്ക് നല്ല കഴിവുള്ള ആൾക്ക് ഏറ്റവും നല്ലത് 7 ആടിനെ ഉളുഹിയത്ത് ഇറക്കുക ഒരാൾ. 7 ആട്. 7 ആടാകുമ്പോൾ ഏകദേശം നല്ല ഇറച്ചി ഉണ്ടാവൂലേ. അപ്പൊ 7 ആട് കൊടുക്കലാണ് ഏറ്റവും ടോപ്പ്, ഏറ്റവും നല്ലത്. കാരണം രക്തമൊലിപ്പിക്കുക എന്നുള്ളത് ഒരു കർമ്മമാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ മിൻ ഇഹ്റാഖിദ്ദം, പെരുന്നാളിൻ്റെ ദിവസം രക്തമൊലിപ്പിക്കുക. അപ്പോൾ കൂടുതൽ അറവും നടക്കുന്നുണ്ട് 7 ആടാവുമ്പോൾ. പിന്നെ നല്ല മാംസവുമാണ്, അതുപോലെ തന്നെ കൂടുതലുണ്ടാകും. ഇതാണ് ഫസ്റ്റ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ഒരാൾക്ക് നല്ല കഴിവുള്ള ആളാണെങ്കിൽ അയാൾക്ക് നല്ല രൂപത്തിൽ തന്നെ എനിക്ക് ഉളുഹിയത്ത് കൊടുക്കണമെന്ന് തീരുമാനം ഉണ്ടെങ്കിൽ ഒരു 7 ആട് വാങ്ങി കൊടുക്കുക. അപ്പം ഇതാണ് അതിൻ്റെ ഗ്രേഡ്. അപ്പോൾ നമ്മൾ ചില ആൾക്കാർ പറയും, ചിലപ്പോൾ കഴിവുള്ള ആൾക്കാരെല്ലാം ഉണ്ടാവും, അത് ചിലപ്പോൾ പശുവിൽ കൂറാവണോ, ഒരു പോത്ത് നമുക്ക് 7 ആൾ കൂടി അറുത്താലോ,
അതിനേക്കാൾ നല്ലത് എന്താണ്? ഒരാൾ ഒരു ആട് വാങ്ങിക്കൊടുക്കലാണ്. ഒരാൾ സ്വന്തമായിട്ട് ഒരു ആട് വാങ്ങിക്കൊടുക്കുക. ഈ ഷെയർ കൊടുത്തതിനെക്കാട്ടി ഏറ്റവും നല്ലത് എന്താണ്? ഒരാൾ ഒരു ആട് സ്വന്തമായിട്ട് ഒരാൾ ഒരു മൃഗത്തിന് ഇറക്കുക. അത് അതേപോലെ തന്നെ ആദ്യം പറഞ്ഞു, പോത്ത് കഴിവുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി നല്ലത് അതാണ്. ഒരാൾക്ക് സ്വന്തമായിട്ട് ഒരു പോത്ത് കൊടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതാണ് നല്ലത്. അഥവാ ഒരാൾ പോത്തിൽ ഷെയറാകുന്നതിനേക്കാൾ നല്ലതെന്താണ്? ഒരു ആട് വാങ്ങിക്കൊടുക്ക് സ്വന്തമായിട്ട് അറുക്കലാണ് അയാൾക്ക് ഏറ്റവും നല്ലത്. ഇങ്ങനെയാണ് ഉളിഹ്യത്തിൻ്റെ ആ ജീവി. ഇനി ഷെയറാകാൻ പറ്റിയ ജീവികൾ ഏതാണ്? എത്ര ആൾ വരെ ഷെയറാകാം? അത് ഷെയറാകാൻ പറ്റിയതായ ജീവികൾ ഒട്ടകം, അതുപോലെ തന്നെ മാട്, പശു, പോത്ത് എല്ലാം പെട്ടു. അതിൽ കാട്ടു പശു എന്താവില്ല, പെടൂല. കാട്ടിപ്പോത്ത് ഉളിഹ്യത്ത് കൊടുക്കാൻ പറ്റൂല. ഇല്ല. കുതിരയിലൊന്നില്ല, അങ്ങനെ ഉളിഹ്യത്ത് ഇല്ല. അപ്പൊ ഇങ്ങനെ ഈ പോത്തില് 7 ആള് വരെ കൂറാകാന്നാ പറഞ്ഞത്. 7 ആൾ ആകണോ തന്നെ ഇല്ല. ചില ആൾക്കാർ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. പോത്ത് ഇപ്പൊ സ്വന്തമായിട്ട് അറക്കാൻ പൈസ ഒന്നുമില്ല, പക്ഷെ 7 ആളൊന്നും കിട്ടിയിട്ടില്ല. 2 ആള് കൊടുത്തിട്ട് 2 ആള് കൂടിയിട്ട് ഒരു പോത്ത് വാങ്ങിയാൽ നല്ല കൂലിയാണ്. അതിന്റെ പാതി 2 ആൾക്കായില്ലേ. 4 ആളാകുമ്പോൾ അതിനെക്കാട്ടി കുറച്ച് കുറഞ്ഞ്. 7 ആളാകുമ്പോൾ ലാസ്റ്റ് ഗ്രേഡാണ് 7. 7 തന്നെ ആണോന്നില്ല, മറിച്ച് 7 വരെ ഷെയർ ആകാം. 8 ആള് കൂടിയിട്ട് എന്താ പറ്റൂല, ഒരു പോത്ത് വാങ്ങാൻ പറ്റൂല. 10 ആള് കൂടിയിട്ട് ഒരു പോത്ത് വാങ്ങാൻ പറ്റൂല. അതേ സമയത്ത് ആട് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് മാത്രം. 2 ആള് കൂടിയിട്ട് ഒരു ആട്, 2 ആള് കൂടിയിട്ട് എന്താക്കുക, ഒരാട് വാങ്ങുക, അത് പറ്റൂല. അതേ സമയത്ത് ഒരു വീട്ടിൽ താമസിക്കുന്ന ആള്, ഒരേ വീട്ടുകാരാണ്, ജ്യേഷ്ഠന്മാരിലുണ്ടാവും, കുറെ ആൾക്കാരുണ്ട് അവിടെ. അപ്പൊ എല്ലാവരും നമുക്കിന്നൊരു ഉളിഹ്യത്ത് കൊടുക്കാം. ആ വീട്ടിൽ താമസിക്കുന്ന ആള്, ജ്യേഷ്ഠന്മാർ എന്നുള്ള കണക്കൊന്നും ഇല്ല. ഉളിഹ്യത്തിന്റെ വിഷയത്തിൽ അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കുന്ന ആണ് പെണ്ണ് ഉൾപ്പെടെയുള്ള ആൾക്കാർ. ചിലപ്പോൾ നമ്മളെ പഴയ കുടുംബം ഉണ്ടാവും, ചെറിയ കുടുംബം ഉണ്ടാവും. നമ്മളെ വീട്ടിൽ വന്ന് താമസിക്കുന്ന ആൾക്കാരാണ്. അല്ലെ നമ്മളെ വീട്ടിൽ വേറെ എവിടുന്നോ വന്ന് താമസിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് നമ്മളെ വീട്ടിൽ സൗകര്യം ഉള്ളത് കൊണ്ട് വീടും, അങ്ങനെ അവരും പെടും. നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർ എന്ന് പറയാൻ ഉളിഹ്യത്തിന്റെ ഭാവിൽ അങ്ങനെയല്ല. ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾ, അങ്ങനെ ഒരു വീട്ടുകാരെ കൂടിയിട്ട് ഒരു ആട് വാങ്ങിക്കൊടുക്കാം. അവരെല്ലാവരും കുറിച്ച് എന്തായി, കുറെ ആൾക്കാർ കുറച്ച് പൈസയിലിട്ട് ഒരു ആടിന്റെ പൈസയായി. എന്നാലും അത് പറ്റും. അത് ഷെയറല്ല, അതൊരു വീട്ടുകാർ ഒരു ഉളിഹ്യത്ത് തന്നെ, അവർക്ക് ഒരേ ഉളിഹ്യത്ത് തന്നെ. അത് എല്ലാവരും ഞാൻ ഉളിഹ്യത്തിന് പെരക്കാർ കൂടിയിട്ട് ഒന്ന് അടുത്തത് എന്താകാം, അതിലെന്താകാം കൂടുതലെന്തില്ല. അത് ഒരു ഉളിഹ്യത്താണ് വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആ നിലയ്ക്ക്. അതേസമയത്ത് വേറെ വേറെ വീട്ടുകാരൻ കൂടിയിട്ട് നമ്മളെ വേറെ വേറെ വീടാണ്, ആയിട്ട് ഞാൻ ഈ മറൽ കൂടി നമുക്കൊരു അറക്കാം, അത് പറ്റൂല. ഒരാടിനെ കൂടിയിട്ട് ജ്യേഷ്ഠന്മാർ പങ്കന്മാരെ കൂടി നമുക്ക് എന്തായാലും. അതേ സമയത്ത് പെരുന്നാളിൻ്റെ ദിവസം എല്ലാവരും വന്ന് വീട്ടിലേക്ക് വന്നു. പെരുന്നാൾ കഴിക്കുന്നത് ഒരു വീട്ടിലാണ് പെരുന്നാൾ കഴിക്കൽ. അന്ന് ഒരെണ്ണം വന്നിട്ട് ഒരു വീട്ടിൽ തന്നെ ഉണ്ട് നമ്മൾ വീട്ടുകാരനെ. ആ നിലയ്ക്ക് ഒരു ആട് വാങ്ങിയിട്ട് അവർക്കൊക്കെ ഭക്ഷിക്കാം, എന്താക്കാം, ഉളിഹ്യത്താകാം. അത് ഒരേ വീട്ടുകാരെന്ന അർത്ഥത്തിലാണ് ആ നിലയ്ക്കുള്ളത്. അപ്പോ ഷെയറാകാൻ പറ്റിയത് 7 ആള് വരെ എന്താകാം, ഷെയറാകാം. ഒട്ടകത്തില്, പശുവില്, പോത്തുവില്, അല്ലെ. അത് ആണ് പെണ്ണെന്ന വ്യത്യാസമൊന്നുമില്ല. ചില പശുവിനെ അറക്കാൻ പറ്റും, പശുവിനെ അറക്കാം, എരുമനൊക്കെ അറക്കാൻ പറ്റും. പക്ഷെ നല്ലതെന്താണ്? ആണാകല, പോത്താകല നല്ലത്, മൂരിയാകലാണ് നല്ലത്. ആടാവുമ്പോൾ കുട്ടനെ കൊടുക്കലാണ് ഏറ്റവും നല്ലത്. അത് ചിലപ്പോൾ എരുമയായാലും ഉളിഹ്യത്തിന് പറ്റുമോ? ചില അങ്ങനെ ഉണ്ട്, എരുമ അങ്ങനെ ഉളിഹ്യത്ത് കൊടുക്കൽ പറ്റും. നല്ലതെന്താണ്? പോത്ത് കൊടുക്കലാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ അതിൻ്റെ നിറത്തിലും ഒരുപാട് വ്യത്യാസങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനെ പിന്നീട് പറയാം. നിറത്തിലും ഏത് കർമ്മങ്ങളാണ് അതിന് നിർബന്ധമായ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇനി 7 ആള് വരെ കൂറാകം എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും ഓരോ ഉളിഹിയാണ് ആ ഒരു മൃഗത്തിൽ. 7 ആള് കൂടിയിട്ട് ഒരു പോത്ത് വാങ്ങിയാൽ 7 ആൾക്കാരുടെയും ഓരോ ഉളിഹത്ത് അതിലുണ്ട്.
ഞാനൊരു ഷെയർ അതിലേക്ക് കൊടുത്താൽ എൻ്റെ ഒരു ഷെയർ അതിലുണ്ട്. 5 ആളാണെങ്കിൽ എൻ്റെ ഒലിയത്ത് 5 ഒലിയത്താണത്. അപ്പോൾ ഓരോരുത്തരും നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. ഓരോരുത്തർക്കും നിയ്യത്ത് വേണം. ഓരോരുത്തരും നിയ്യത്ത് ചെയ്യണം. അതേപോലെ തന്നെ ഓരോരുത്തരുടെയും വിഹിതത്തിൽ നിന്ന് ഓരോരുത്തരും സ്വതക്കവും കൊടുക്കണം. ഒരു പോത്തിൽ നിന്ന് കുറച്ചാൾക്കാർ എന്താ ഒരാള് കൊടുത്താൽ പോരാ, 7 ആൾ കൂടിയിട്ടാണ് 7 ആളെന്താണ് അവരവരുടെ വിഹിതത്തിൽ നിന്ന് സുന്നത്തായ ഉൽഹിയ്യത്താണെങ്കിൽ ഒരാൾക്ക് കഴിക്കാൻ ഇത്ര നിർബന്ധമായിട്ട് കൊടുക്കണം. ഒരാൾക്ക് കഴിക്കാൻ മതിയാകുന്നത് എത്രയാണോ അതെന്താണ് നിർബന്ധമായി അയാൾ കൊടുക്കണം. അതേ സമയത്ത് ചില വിതരണ ചിലപ്പോൾ എല്ലാവരും കൂടി തീരുമാനിച്ച് നമുക്കെന്താക്കാം, ആ മൃഗത്തിൻ്റെ 3 ഭാഗമാക്കിയിട്ട് ഒരു ഭാഗം നമുക്ക് എന്താക്കാം സ്വതക്ക കൊടുക്കാം. സുന്നത്തായ ഉലിയത്തിൻ്റെ വിഷയമാണ്, സുന്നത്തായ ഉലിയത്താണ്, നേർച്ചയ്ക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ സുന്നത്തായ ഉലിയത്ത് അങ്ങനെ 3 ഭാഗമാക്കി ഒരു ഭാഗം ഫക്കീറന്മാർക്ക് കൊടുക്കാൻ, ഒരു ഭാഗം പണക്കാർക്ക് കൊടുക്കാൻ, പിന്നൊരു ഭാഗം അറുത്ത ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി. ഈ ആൾക്കാർ ആർക്കും എതിർപ്പില്ല, ഓക്കെ, എല്ലാവർക്കും സമ്മതമാണ്, അങ്ങനെ ആക്കാം. അങ്ങനെ എന്തായി 3 ഭാഗമാക്കിയിട്ട് ഒരു ഭാഗം സ്വതക്ക കൊടുക്കാൻ, ഒരു ഭാഗം പണക്കാർക്ക് അഗ്നിയായതിന് കൊടുക്കാൻ, ഒരു ഭാഗം ഈ ഉൽഹിയ്യത്ത് കർമ്മം നിർവഹിക്കുന്ന ഓരെന്താകാണ് വീതിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോരുത്തരും എന്തായി 3 പാർട്ടാക്കിയിട്ട് കൊടുത്തു. അങ്ങനെ ആയപ്പോൾ ഒരാൾക്ക് എന്തായി, നമുക്ക് ഈ 3-1 നിന്ന് നമുക്ക് എന്തായി വീതിച്ച് തരിക, ആൾക്ക് ഇത്ര കേജ് നോക്കിയിട്ട് നമുക്ക് എന്താ ഇത്ര തരുന്ന. അങ്ങനെ തന്നതിന് ശേഷം നമ്മൾ പിന്നെ അതിൽ ഉൽഹിയ്യത്ത് കൊടുക്കണോ? അത് വേണ്ട. 3 ആൾ കൂടി 7 ആൾ കൂടിയിട്ട് ഉൽഹിയ്യത്ത് അറുക്കുന്നു. അങ്ങനെ ആ മാംസ നിയത്തെല്ലാം 7 ആൾ നിയത്തെല്ലാം വെച്ച് ഇറച്ചിയാക്കി. ഇറച്ചിനെന്തായി 100 കിലോ ഉണ്ടാണെങ്കിൽ 3 ഭാഗം 33 കിലോ 33 കിലോ വേറെ ആക്കി. എന്നിട്ട് പറഞ്ഞു ഇതെന്താക്കാം 33 എന്താക്കാം സ്വതക്ക കൊടുക്കാൻ, ഇതെന്താക്കാം പണക്കാർക്ക് കൊടുക്കാൻ, പിന്നെ 33 നമ്മൾ ഇയാൾക്ക് എന്താക്കാം വീതിച്ചെടുക്കാം. അങ്ങനെ വീതിച്ചെടുത്ത് 3 ഭാഗമാക്കി. അങ്ങനെ ആ 33-ൽ1 ഭാഗം ഈ ഉൽഹിയ്യത്തറുത്ത 7 ആൾക്കാർക്ക് കിട്ടുമല്ലോ. അങ്ങനെ കിട്ടിയതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് കൊടുക്കണോ? അത് കൊടുക്കൽ നിർബന്ധമില്ല, ആദ്യം കൊടുത്തു കഴിഞ്ഞു. പക്ഷെ അവിടെ ഒരു ഷർത്ത് എന്താണ്, ഈ ഒരു തീരുമാനത്തിൽ 7 ആൾക്കാർക്കും സമ്മതമാണ്. 7 ആൾക്കാർ പൊരുത്തപ്പെട്ടിട്ടാണ് അങ്ങനെ ആക്കാൻ ഒരെല്ലാം സമ്മതിക്കണം. ഒരാളോ ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമില്ല, ഞങ്ങൾക്ക് എൻ്റെ വീതം തന്ന് അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. അപ്പൊ അങ്ങനെയാണ് ഉൽഹിയ്യത്ത് 7 ആൾ കൂടുമ്പോൾ അതെന്താക്കണം, ഓരോരുത്തർക്കും ഓരോരുത്തരുടെയും ഉൽഹിയ്യത്തായത് കൊണ്ട് അവർ അതിൽ നിന്ന് സുന്നത്തായ ഉൽഹിയ്യത്താണെങ്കിൽ ഒരാൾക്ക് മതിയാകുന്ന രൂപമെങ്കിലും എന്താക്കണം, അത് സ്വതക്ക ചെയ്ത് നിർബന്ധമാണ് സുന്നത്തായ ഉൽഹിയ്യത്താണെങ്കിൽ. അതേ സമയത്ത് നിർബന്ധമായ ഉൽഹിയ്യത്തുണ്ട്. നിർബന്ധമായ ഉൽഹിയ്യത്ത് നമ്മളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നിർബന്ധമായ ഉൽഹിയ്യത്ത് എന്ന് പറയുന്നത്. ഒരാൾ ഉൽഹിയ്യത്താക്കാൻ നേർച്ചയാക്കി, അയാൾ പറഞ്ഞു ഞാൻ അടുത്തുള്ള എന്തായാലും ഉൽഹിയ്യത്ത് നേർച്ചയാക്കി. എന്നായി സുന്നത്തായ ആ ഉൽഹിയ്യത്ത് അയാൾക്ക് പിന്നെ ഫർളായി പോയി. പിന്നെ ആ ഫർളായ ഉൽഹിയ്യത്ത് അയാൾക്ക് നിർബന്ധമാണ് പെരുന്നാൾ എന്ന അറുത്ത് കൊടുക്കൽ. ആ അറുത്ത് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു അംശം പോലും അയാൾക്ക് എടുക്കാൻ പറ്റൂല. നിർബന്ധമായത് മുഴുവനും ഫക്കീറന്മാർക്ക് കൊടുക്കണം. ഫക്കീറന്മാർക്ക് കൊടുക്കും, ഫക്കീർ മിസ്കിന്മാർക്ക് മാത്രം. പണക്കാർക്ക് പോലും കൊടുക്കാൻ പറ്റൂല. പണക്കാർക്ക് പോലും എന്താ പറ്റൂല, കൊടുക്കാൻ പറ്റൂല. പണക്കാർക്ക് പോലും കൊടുക്കാൻ പറ്റൂല നിർബന്ധമായ ഉൽഹിയ്യത്ത്. അതേപോലെ തന്നെ വേറൊരു നിർബന്ധമുണ്ട്. ഒരാൾ ഉൽഹിയ്യത്തിന്റെ മൃഗെല്ലാം വാങ്ങിയിട്ട് വന്നു, അങ്ങനെ വീട്ടിലിങ്ങനെ നല്ല പോത്തിങ്ങനെ അതിനെ കുളിപ്പിച്ച് ഉഷാറാക്കിയിട്ട് ഇങ്ങനെ, ഇതെന്ത് ഇത് ഉൽഹിയ്യത്ത് അറുക്കാനുള്ളതാണ്, ഹാദിഹി ഉൽഹിയ്യത്തു, ഇത് ഉൽഹിയ്യത്ത് കൊടുക്കാനുള്ളതാണ്. ഈ ഉൽഹിയ്യത്ത് കൊടുക്കാനുള്ളതെന്ന് പറയലോടുകൂടെ അത് നിർബന്ധമായി പോയി. മനസ്സിൽ നിയത്തൊന്നുമില്ല, അയാളെ മനസ്സിൽ എന്താണ് സുന്നത്ത് തന്നെ, നേർച്ചയാക്കിയതൊന്നും നിർബന്ധമായിട്ട് കൊടുക്കണമെന്നല്ല. പക്ഷെ ആടെ മനസ്സിലേക്ക് നോട്ടമില്ല. അയാൾ നാവ് കൊണ്ട് പറഞ്ഞത് ഇത് ഉൽഹിയ്യത്താണോ, ഇത് ഉൽഹിയ്യത്ത് കൊടുക്കാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായ ഉൽഹിയ്യത്തായി. ആ ഉൽഹിയ്യത്തിൽ നിന്ന് ഒരു അംശം പോലും നമുക്ക് തിന്നാൻ പറ്റൂല, നമുക്ക് തിന്നാൻ പറ്റൂല, നിർബന്ധമായിപ്പോയി. അപ്പൊ പിന്നെ ആകെ കുടുങ്ങിപ്പോവല്ലോ. പെരുന്നാളന്ന് മൃഗലമായിട്ട് വരുമ്പോൾ ഒരാൾ ചോദിച്ചു ഇതെന്ത് ഇപ്പൊ കൊണ്ട്, അപ്പൊ ഇത്
ഒളിയത്ത് എന്ന് പറഞ്ഞാൽ ആകെ പോയി, നമ്മൊന്നും എടുക്കാൻ പറ്റില്ല. നമുക്കൊരു ഖുഷിയുണ്ട്, എന്ത് പെരുന്നാളന്നൊരു ഒളിയത്തെല്ലാം കൊടുത്തിട്ട് നമ്മക്കും കുറച്ച് തിന്നണോ, നമ്മക്കും കുറച്ച് തിന്നണോ ഒരു ആഗ്രഹം ഉണ്ടാവും, നല്ല പോത്തെല്ലാകുമ്പോ അല്ലേ. പക്ഷെ ഒരാൾ അങ്ങനെ ഇത് എൻ്റെ ഒളിയത്ത് എന്ന് പറഞ്ഞാൽ ഒക്കെ പോയി, പറ്റൂല. അപ്പൊ പിന്നെ ആടെന്താ പറയല്, ആള് ഇത് പെരുന്നാൾക്ക് അറക്കാനുള്ളത് പറഞ്ഞാൽ പോരെ, പെരുന്നാളിന് അറക്കാനുള്ളത്. അപ്പൊ പെരുന്നാളിന് അറക്കാനുള്ളത് പറഞ്ഞാൽ നിർബന്ധമാവോ? ഇല്ല. അല്ലെങ്കിൽ കുർബാന കൊടുക്കാനുള്ളത് പറഞ്ഞു, അത് നിർബന്ധമാകും. കുർബാന എന്ന് പറഞ്ഞാൽ ഒളിയത്തിന്റെ വേറെ പദമാണ്. കുർബാന എന്ന് പറഞ്ഞാൽ ബലിന്റെ ഒരു പദമാണ്. ഇത് കുർബാനക്ക് ഉള്ളതാണ്, നിർബന്ധമായി. എന്തായി? നിർബന്ധമായി. ഇതെന്നാണ് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അത് നമ്മൾ പറയുന്നത് മാത്രമല്ല, നമ്മളിങ്ങനെ വീട്ടില് പോത്തിനിങ്ങനെ കെട്ടിയിട്ടുണ്ടാകുമ്പോൾ ഒരാളൊന്ന് ചോദിച്ചു, ഇത് ഒളിയത്ത് കൊടുക്കാനുള്ളത് വെച്ച്, ഇത് ഒളിയത്ത് കൊടുക്കാനുള്ളത് വെച്ച്. ഇത് തന്നെ ഒളിയത്ത് നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മളെന്താ പറഞ്ഞേ? ഒളിയത്ത് കൊടുക്കാനുള്ളത്. നമ്മളോട് ചോദിച്ചാൽ, വേറൊരാൾ ചോദിക്കാണ്, ഇതെന്ത് ഒളിയത്ത് കൊടുക്കാനുള്ളതാ? പെരുന്നാളന്ന് രാത്രി കാണുമ്പോൾ പിന്നെ എന്തായാലും സംശയം ചോദ്യം വരൂലേ? അപ്പൊ ഇത് അതേറും, അതോടുകൂടെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഓൻ ചോദിച്ചാലാ, ഇത് ഒളിയത്ത് കൊടുക്കാനുള്ളതാ, ഇത് നാളെ അറക്കാനുള്ളത് അമ്മ പറഞ്ഞാൽ മതി അങ്ങോട്ട്, അതേന്ന് പറയണ്ട. ഓന് ഒളിയത്ത് കൊടുക്കാനുള്ളതാ ചോദിച്ചാല് അതേന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായി. അപ്പൊ നമ്മ എന്താ പറയാ, നാളെ ഇറക്കാനുള്ളത്. പിന്നെ ഓന് പിന്നെ കുറച്ച് വളവനാണെങ്കിൽ ചിലപ്പോ ഈ വാങ്ങിയ ആള് നല്ലോണം കുറച്ച് കൊടുത്തിട്ട് ബാക്കിയെല്ലാം തിന്നാൻ വേണ്ടി പ്ലാൻ ആക്കിയ ആളായിരിക്കും. കുറച്ചെന്താ കൊടുക്കുക, സുന്നത്തായ ഒന്നിത്താണെങ്കിൽ കുറച്ച് കൊടുത്താൽ പോരെ, ബാക്കി മുഴുവൻ നമുക്ക് തിന്നണമെങ്കിൽ തിന്ന വീടും. അപ്പൊ ഇയാള് ഇത് നിർബന്ധമാക്കിയിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് മെല്ലെ ചോദിക്കാൻ വേണ്ടി വന്നു. പിന്നെയും ചോദിക്കാൻ അയാള് ഇത് ഒന്നിത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പൊ നമ്മ കുറച്ച് പഠിച്ചാലും പറഞ്ഞാൽ മതി, ഇത് നാളെ അറക്കാനുള്ളത് പറഞ്ഞാൽ മതി. നാളെ അറക്കാനുള്ളത് പറഞ്ഞാൽ നമുക്ക് വിഷയമില്ല. അത് ആടിലാണെങ്കിൽ അങ്ങനെയാണ്. ഇന്ന് കൂടുതൽ ആൾക്കാർ ഒളിയത്ത് കൊടുക്കുന്ന ആൾക്കാർ എന്തായി പോകുന്നുണ്ട്, ഇത് ഒളിയത്ത് കൊടുക്കാനുള്ളത്. നമ്മൊരു മൃഗം വാങ്ങിയതിന് ശേഷം ഇത് ഒളിയത്ത് കൊടുക്കാനുള്ളത് പറയലോട് കൂടെ പോയത്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണ്, അങ്ങനെ നിർബന്ധമായ ഒരു ഒളിയത്തായ പിന്നെ അത് ഫക്കീർ മിസ്കീൻ അവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, ഒരാർക്കും കൊടുക്കാൻ പറ്റൂല. ഫക്കീർ മിസ്കീൻ നമുക്കറിയാം. ഫക്കീർ എന്നാൽ ഒരു ദിവസത്തിന്റെ ചെലവിന് അയാൾക്ക് ഒരു 500 രൂപ ആവശ്യമുണ്ടെങ്കിൽ ഒരു 300 രൂപന്റെ പണി അയാൾക്കുള്ളൂ, 250 രൂപന്റെ പണിയേ ഉള്ളൂ. അയാൾ ഫക്കീറാണ്. അല്ലെങ്കിൽ ഒരു ദിവസം 500 ആവശ്യമുള്ള ആള് എനിക്കൊരു 400 രൂപന്റെ പണിയേ ഉള്ളൂ എനിക്ക്, അതാണ് മിസ്കീൻ. ഈ മിസ്കീനും ഫക്കീറും അല്ലാത്ത ആൾക്കാർ എന്തായി? ഈ മിസ്കീനും ഫക്കീറും അല്ലാത്ത ആൾക്കാർ എന്തായി? ഖനിയായി. അപ്പൊ പിന്നെ ഇങ്ങനെ നിർബന്ധമായ ഒരു ഒളിയത്താണെങ്കിൽ ആകെ കുടുങ്ങിപ്പോകുമല്ലോ, തീരെ വാങ്ങാൻ പറ്റൂല. കാരണം ഫക്കീർ മിസ്കിൻ അല്ലാത്ത ആള് ഖനിയാണ്. ഫക്കീർ എനിക്ക് പണിയുണ്ട്, ആ പണി കൊണ്ട് എന്നെ മതിയാകുന്നില്ല, എന്നാൽ പകുതി മതിയാകുന്നുള്ളൂ എങ്കിൽ ഫക്കീറായി. ഏകദേശം മതിയാകുന്നുണ്ട്, പൂർണ്ണമായിട്ട് മതിയാകുന്നില്ല, അതാണെന്ത് മിസ്കീൻ എന്ന്. അതെല്ലാം കഴിവുള്ള ആള് എന്തായി? ഫക്കീറും മിസ്കീൻ അല്ലാത്ത ഒരാള് ഖനിയാണ്. അപ്പൊ ഇവർക്കൊന്നും കൊടുക്കാൻ പറ്റൂല. ഏതിൽ നിന്ന്? നിർബന്ധമാണ്. ഇത് എൻ്റെ ഉളിയത്താണ്, നിർബന്ധമായ ഉളിയത്ത് പറഞ്ഞാൽ. അപ്പൊ നേർച്ചയാക്കപ്പെട്ട ഉളിയത്ത് എന്തായാലും നിർബന്ധമായി. ഇത് എൻ്റെ ഉളിയത്താണെന്ന് പറഞ്ഞാൽ അങ്ങനെ, അതങ്ങനെ നിയത്ത് വെക്കുമ്പോൾ അങ്ങനെ ഒരാൾക്ക് നല്ലോണം സൂക്ഷിച്ച് ഇങ്ങനെ മസലെല്ലാം കേട്ടിട്ട് ഒളിയത്ത് ഇറക്കുമ്പോൾ ഇത് പെരുന്നാൾക്ക് ഇറക്കാനുള്ള ഇങ്ങനെ കുറെ സർഫാക്കിയിട്ടെല്ലാം പഠിച്ച് അല്ലെ, ലാസ്റ്റ് അറുക്കുന്ന സമയത്ത് ഇത് എൻ്റെ ഉളിയത്ത് അറുക്കുന്ന നിയത്താക്കി. അറുക്കുന്ന സമയത്ത് ഇയാളെ പാവം ഇന്ന് അർത്ഥല്ല, ഇനിയാരെ കാണാനില്ലല്ലോ, ഇനിയാരും ചോദിക്കാനും ഇല്ലല്ലോ. അങ്ങനെ അറുക്കുന്ന സമയത്ത് ഇതെന്റെ ഒളിയത്ത് അറുക്കുന്നതിന്റെ നീയത്താക്കി അർത്ഥം പോയി, അതോടുകൂടി പോയി. അപ്പൊ ഇതെന്താണ്? അപ്പൊ പിന്നെന്താ കരുതേണ്ടത്? സുന്നത്തായ ഒളിയത്താണെങ്കിൽ ഇത് എൻ്റെ സുന്നത്തായ ഒളിയത്താണെന്ന് കരുതണം. അപ്പൊ ഇതെന്താണ്? പ്രത്യേകിച്ച് ഒരുപാട് ആൾക്കാർ ഒളിയത്ത് കർമ്മം നിർവഹിക്കുന്നു, പക്ഷെ ഈ ഒരു വിഷയത്തിൽ പാളിച്ചു വരുന്നുണ്ട്. ഇത് പ്രത്യേകം എന്താണ്? ഒളിയത്ത് ഇറക്കുന്ന ആളെന്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ഒരു മസലയാണ്. ഒളിയത്ത് വാങ്ങിയതിന് ശേഷം കേട്ടാ. അതേ സമയത്ത് ഒരാൾ പറയാം ഒളിയത്ത് ഇറക്കണമെന്നുണ്ട് ഈ കൊല്ലം, കൊല്ലം ഒളിയത്ത് ഇറക്കണമെന്നുണ്ട്. നമ്മളടുത്ത് മൃഗം വാങ്ങിയതിന് ശേഷമാണ് പറയുന്നതെങ്കിൽ നിർബന്ധമായി. അല്ലെങ്കിൽ മൃഗം ഏതില്ല, മൃഗം വാങ്ങിയിട്ടൊന്നുമില്ല, വാങ്ങാൻ വേണ്ടി പറയാം. അപ്പൊ കാരണം നമുക്കൊരു മൃഗം കിട്ടിയിട്ടല്ലോ, പ്രത്യേക ഒരു മൃഗം നമ്മൾ കിട്ടിയിട്ടില്ല. ഞാൻ ഒളിയത്ത് ഇറക്കാനുണ്ട്, നോക്കട്ടെ, എനിക്കൊരു ഒളിയത്ത് ഇറക്കണമെന്ന് ആഗ്രഹമുണ്ട്, നല്ല ആടാ പോത്താൻ മറ്റേ കിട്ടിയാൽ, അങ്ങനെ ആ പറയലുകൊണ്ട് എന്താവില്ല, നിർബന്ധമാവില്ല. മൃഗം വാങ്ങിയതിന് ശേഷം ഞാനൊരു ഒളിയത്ത് കൊണ്ടുവന്ന് നിന്ന്
ഒലി തറക്കാൻ വേണ്ടി ഒരു പോത്ത് കൊണ്ടുവന്നിനി, അല്ലെങ്കിൽ ഒലി തറക്കാൻ വേണ്ടി ഒരു ആട് കിട്ടീനി, ഇത് പറയലോടുകൂടെ എന്തായി? നിർബന്ധമായ ഉദ്ഹിയത്തായി. അപ്പോൾ നമ്മൾ എന്താക്കണം? അതിൽ നിന്ന് ശ്രദ്ധിക്കപ്പെടേണ്ട വിഷയങ്ങളാണ്. ഇനി ഉദ്ഹിയത്താകുമ്പോൾ ഷർത്തുണ്ട്. ഏതൊക്കെ ജീവികളാണ് നമ്മൾ പറഞ്ഞു, അതിലെന്താണ് നിയമമുള്ളത്? അതിനിക്ക് അറുക്കുന്ന സമയത്തിലോ അല്ലെങ്കിൽ ആ ജീവിൽ പിന്നീട് ഒരു രോഗങ്ങൾ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇതിലൊക്കെ രക്ഷപ്പെട്ടതായിരിക്കണം. സലാമത്ത്. സാധാരണ ഇറച്ചിയിൽ കുറവ് വരുന്നതായ ന്യൂനതകൾ, ചിലപ്പോൾ നല്ല തടിച്ച ഒരു പശുവായിരിക്കും, മെലിഞ്ഞൊട്ടിപ്പോയി, അത് തടിയെല്ലാം പോയിട്ട് വയസ്സാകുമ്പോൾ മെലിഞ്ഞിങ്ങനെ, അങ്ങനെയാണെങ്കിൽ അതിനെ പറ്റൂല. അതേപോലെ തന്നെ സാധാരണ ഇറച്ചി ആഗ്രഹിക്കുന്ന ഒരാള്, മാംസം ആഗ്രഹിക്കുന്ന ഒരാള് ഇതിൻ്റെ ഒരു ന്യൂനത കണ്ടാൽ, ചിലപ്പോൾ ചൊറി ഇതുപോലത്തുള്ള ന്യൂനത കണ്ടാൽ പിന്നെ അതിനാഗ്രഹിക്കൂല. ഇങ്ങനെയുള്ള ന്യൂനത ഒന്നും ഉദ്ഹിയത്ത് അറുക്കപ്പെടുന്ന ജീവിയിൽ ഉണ്ടാകാൻ പാടില്ല. അത് ഏതാണ്? ഒന്ന്, മെലിഞ്ഞത്. ചിലപ്പോ ചെറിയ പൈസക്ക് കിട്ടും, മെലിഞ്ഞ പോത്തെല്ലാം കിട്ടും, നല്ല വയസ്സായിട്ടുണ്ടാവും, അതിനൊന്നും പറ്റൂല, ഉദ്ഹിയത്തിന് പറ്റൂല. അതേപോലെ തന്നെ ഭ്രാന്തുള്ളതുണ്ടാവും, ചിലപ്പോ കണ്ടാളെല്ലാം കുത്താൻ പോകുന്നത് അല്ലേ. അതിന് മഹാന്മാരായ ഫുഖഹാക്കൾ പറഞ്ഞൊരു മാനദണ്ഡമുണ്ട്. ഭ്രാന്തുള്ള മൃഗം എന്ന് പറഞ്ഞാൽ അതിന് ഒന്നെങ്കിലും കൊണ്ടുകൊടുത്താൽ എന്താവൂല, മേയാൻ വേണ്ടി കൊടുത്താൽ പുല്ലിട്ടാലോ തിന്നൂല, കുറച്ച് തിന്നു, അല്ലെങ്കിൽ കണ്ടാളെ കുത്താൻ പോവുക, ഇതൊക്കെ ഭ്രാന്താണ്, ഇതിനെ പറ്റൂല. ചിലപ്പോൾ അങ്ങനെയുണ്ട്, ചിലപ്പോൾ നല്ല ഭ്രാന്തുള്ള, ചിലപ്പോൾ ഇങ്ങനെ ഈ സൈസുള്ള തരത്തിലുള്ളതിനല്ലോ എന്തായാലും പെരുന്നാൾ വറുത്തു കൊടുത്തുള്ള ആരെ കൊടുക്കുന്ന ഈ മജുനൂത്തിന് പറ്റൂല. കാരണം അത് ഭ്രാന്താണ്. അതിൻ്റെ ഭ്രാന്ത് അങ്ങനെയാണ്, മനുഷ്യൻ മോനെ പോലെയല്ല. അത് തിന്നാലിട്ട് തിന്നൂല, കുറച്ച് തിന്നു, അല്ലെ അപ്പ കുത്താൻ മങ്ങി, ഇങ്ങനത്തെ എല്ലാം ഉണ്ട്, അത് പറ്റൂല. അതേപോലെ തന്നെ ചെവി, നാവ്, അതിൻ്റെ അകിട് പോലത്തത് വേർപ്പെട്ടത് മുറിഞ്ഞിട്ട് ഒരു ചെറിയൊരു കഷ്ടാണെങ്കിൽ എന്താ, ചെവിൻ്റെ കഷ്ടാക്കിയിട്ടുണ്ട്, ചിലപ്പോൾ മോഡലാക്കിയിട്ട് സ്റ്റൈലാക്കി അതിൻ്റെ പോത്തിൻ്റെ പാല് കട്ടാക്കുന്നു. കുറച്ചാണെങ്കിൽ പോലും ഉദയത്തിന് പറ്റൂല. അല്ലെങ്കിൽ ചെവി എന്തായിട്ടുണ്ട്, കഷ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ ഒരു ഭാഗം മുറിച്ചെടുക്കുന്ന രൂപത്തിൽ ചെറിയൊരു കഷ്ടാണെങ്കിലും. അതേ സമയത്ത് ചിലപ്പോൾ ചെവി കീറിയതുണ്ടാവും, ചെവി ഇങ്ങനെ എന്തോ കൊണ്ട് കീറിപ്പോയി, രണ്ട് ഭാഗമായിട്ട് അവിടെ തന്നെ ഉണ്ട്, ചെവി ഇങ്ങനെ കീറിയിട്ടുണ്ട്, രണ്ട് ഭാഗമായിട്ട് ഇങ്ങനെ അവിടെ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ പശുക്കൾക്കൊക്കെ എന്താണ് കമ്മലുത്തും പോലെ അടയാളപ്പെടുത്തുന്നത് അല്ലേ, അപ്പോൾ ഇവിടെ ദ്വാരമുണ്ട്, അത് പ്രശ്നമില്ല. കാരണം എന്താണ്, അങ്ങനെ കുത്തിയത് കൊണ്ട് അതിൻ്റെ മാംസത്തിൽ കുറവൊന്നും വന്നിട്ടില്ല, ഇവിടെ ഇങ്ങനെ ഉണ്ടായത് കുറച്ച് ഡിവൈഡായതേ ഉള്ളൂ, വേർതിരിഞ്ഞതേ ഉള്ളൂ. അത് ഉദയത്തിന് പറ്റും. അതെന്താണ്, ഉദയത്തിന് പറ്റും. അതേപോലെ തന്നെ കാഴ്ചയില്ലാത്തതിനെ കാണുന്നില്ല എനിക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ണിനെ കാഴ്ചയുള്ളൂ, ഒരു കണ്ണ് കാണുന്നില്ല, അങ്ങനെയാണെങ്കിലും അത് ഉദയത്തിന് പറ്റൂല. അതേപോലെ തന്നെ മുടന്തുള്ളത്, അതിൻ്റെ കാലിങ്ങനെ എന്തോ മുടന്തുള്ളതാണ്, ഇങ്ങനെ ശരിക്കും നടക്കാൻ കഴിയുന്നില്ല, അതും പറ്റൂല. അതേപോലെ തന്നെ ചൊറിയുള്ളത്, അതിൻ്റെ അവിടെ ഇങ്ങനെ ചൊറിച്ചിൽ വന്നിട്ട് ഇങ്ങനെ അവിടെ കലങ്ങിയിട്ടുണ്ട്, കുറച്ചേ ഉള്ളൂ, ചെറിയൊരു ഭാഗത്ത്, ഉദയത്തിന് പറ്റൂല. അത് കുറച്ചല്ലേ, വൈൻ കല്ലാന്നാ മഹാന്മാരെ ഫുഖഹാക്കൾ പറഞ്ഞത്, കുറച്ചാണെങ്കിൽ പോലും ചെറിയൊരു ചൊറിയുണ്ടാകാൻ പറ്റൂല. അതേപോലെ തന്നെ അതിൻ്റെ എല്ല് പൊട്ടിയത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അറുക്കുന്ന സമയത്ത് അതിനെ മുറുക്കി പിടിച്ചിട്ട് ആകെ വലിച്ചിട്ടിട്ടാകുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ എല്ല് പൊട്ടിയതാണെങ്കിലും കാല് പൊട്ടിപ്പോയി, എന്നാലും അത് ഉദയത്ത് പറ്റൂല. അറുക്കുന്നത് വരെ അതിന് ഒരു ന്യൂനത ഉണ്ടാകാൻ പാടില്ല. അതേ സമയത്ത് പല്ലില്ലാത്തത് പറ്റൂല. അതേ സമയത്ത് പല്ലില്ലാത്ത മൃഗം ഉദയത്തിന് പറ്റൂല. അതേ സമയത്ത് പല്ല് പോയിട്ടുണ്ട്, 1-2 പോയിട്ടുണ്ട്, പക്ഷെ തിന്നുന്നതിനൊന്നും കുഴപ്പമില്ല, നല്ല പാല് തിന്നുകൊണ്ട്. പണ്ട് പല്ലുണ്ടാകുമ്പോൾ അത്ര തിന്നുകൊണ്ട്, അതേപോലെ ഇപ്പൊ തിന്നുകൊണ്ട്, അങ്ങനെയല്ലേ. ചില മനുഷ്യന്മാർക്ക് പല്ലില്ലെങ്കിൽ തിന്നുന്നതെല്ലാം നല്ലോണം തിന്നില്ലേ, അതേപോലെ മൃഗത്തിലുണ്ടാകാം. അതേ സമയത്ത് പല്ല് ആകെ പോയിട്ട് തിന്നാനൊന്നും കഴിയുന്നില്ല, അങ്ങനെയാണെങ്കിൽ അതെന്താവൂല, ഉദയത്തിന് പറ്റൂല. അതേ സമയത്ത് ഇനി
ഗർഭിണിയായ പശുവിന് എന്താക്കാൻ പറ്റൂല, ആടിനെയോ മൃഗത്തിനെ എന്താക്കാൻ പറ്റൂല, ഉളുഹിയത്ത് കർമ്മം പറ്റൂല. അതേ സമയത്ത് ചില ന്യൂനതകൾ ഉണ്ടെങ്കിലും ഉളുഹിയത്ത് അറുക്കാൻ പറ്റുന്നത് കൊമ്പ് പൊട്ടിയത്. കൊമ്പ് ചിലപ്പോൾ പൊട്ടിയിട്ടുണ്ടോ, കൊമ്പ് പൊട്ടിയത് എന്താണോ അറുക്കാൻ പറ്റും. അതേ സമയത്ത് കൊമ്പ് പൊട്ടിയിട്ടാകുമ്പോൾ തായം തന്നെ പൊട്ടിയിട്ടുണ്ട്, തായം തന്നെ ഇളകി വന്നതാണ്. അപ്പം അവിടെ കുറച്ച് ഇറച്ചി പോയ പോലെ കാണുന്നുണ്ട്, കുറച്ചാണെങ്കിൽ. അപ്പം ആ കൊമ്പ് പോയത് കാരണമായി അല്പമെങ്കിലും അതിൻ്റെ ഇറച്ചിക്ക് തകരാറ് കുറവ് വരുന്നുണ്ടെങ്കിൽ അതെന്താവൂല, പറ്റൂല. അല്ലാത്തത് എന്താകാൻ പറ്റും, ഉളിയത്ത് കർമ്മത്തിന് പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉളിയത്ത് അറുത്തി കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസുകളിൽ കാണാം, ലഹാ ഖബ്ശൈനി അഖ്റനൈനി, നല്ല കൊമ്പുള്ള, നല്ല കൊമ്പ്, നല്ല കാണാൻ നല്ല കെട്ടപ്പുള്ളതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നത്. അപ്പൊ അതൊക്കെ ഉളിയത്തിൽ എന്താണ് പരിഗണിക്കുന്നതാണ്. നല്ല കൊമ്പുള്ളത് ഏറ്റവും അഫ്ളലാണ്, ഉത്തമമാണ്. കാരണം അത് നമ്മുടെ വാഹനമാണ്. നമ്മുടെ വാഹനത്തിന് നല്ല ഭംഗി ഉണ്ടാകുക, നല്ല ഗെറ്റപ്പ് ഉണ്ടാകുക, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. അതേപോലെ തന്നെ ആഖിറത്തിലുള്ള നമ്മുടെ വാഹനമാണ് ഈ ഉളിയത്ത് അറുക്കപ്പെടുന്നതായ ജീവികൾ. അതിൽ ഇതെല്ലാം പരിഗണനീയമാണ്. ഇങ്ങനെയാണ് അതിൻ്റെ മസാല. ഇനി നിയ്യത്ത് വെക്കേണ്ടത് എപ്പോഴാണ്? ഉളിയത്തിന് നിയ്യത്ത് വെക്കണമല്ലോ. നിയ്യത്ത് വെക്കുമ്പോൾ ഒന്നിരിക്കൽ അറുക്കുന്ന സമയത്ത് നിയ്യത്ത് വെച്ചാൽ മതി. അറുക്കുന്ന സമയത്ത് നിയ്യത്ത് എന്നാലും മനസ്സിലുണ്ടായാൽ മതി. അറുക്കുമ്പോൾ അല്ലേ, അറുക്കുന്ന സമയത്ത് നാവ് കൊണ്ട് പറയുന്ന സുന്നത്തേ ഉള്ളൂ, മനസ്സിൽ വേണം. ഇതെല്ലാം കഴിഞ്ഞ് അറുത്തെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് റബ്ബേ നിയ്യത്ത് വെച്ചില്ല, അത് നല്ല തിന്നിട്ടെല്ലാം അറച്ചിലായിട്ട് പിന്നെ നിയ്യത്ത് വെക്കാൻ പറ്റുമോ? സലാമെല്ലാം വിട്ടിട്ട് നിയ്യത്ത് വെച്ചാലാവാ? ഇല്ല. പിന്നെ അതിന് കൂലി ഉണ്ടോ? കൂലിയില്ല. പിന്നെ ഇറച്ചിയോടെ തന്നെ കൂലി കിട്ടും. ഏത് ഒരു മൃഗത്തിനെ അറുത്തിട്ട്, കാരണം ഒരു മൃഗത്തിന് അറുത്തിട്ട് ഇറച്ചി കിട്ടിയില്ല എല്ലാവർക്കും, അതിൻ്റെ കൂലി കിട്ടും, ഉളിയത്തിൻ്റെ കൂലി കിട്ടൂല. അപ്പം നിയ്യത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. അത് അറുക്കുന്ന സമയത്ത് തന്നെ നിയ്യത്ത് വെക്കണമെന്നില്ല. ഒരാള് അതിന് മുന്നേ തന്നെ എന്താക്കി, ഇതിനാണ് അറുക്കാൻ വേണ്ടി നിയ്യത്താക്കി, ആ നിലക്ക് എന്തായി നിയ്യത്ത് വെച്ചാലോ. അല്ലെങ്കിൽ അറുക്കുന്ന സമയത്ത് ഒരാളെ ഏൽപ്പിച്ച്, ചിലപ്പോൾ അറുക്കുന്ന സമയത്ത് ധൃതിയിൽ ചിലപ്പോൾ നിയ്യത്തെല്ലാം മറന്നു, കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം തുടിക്കുന്ന സമയമല്ലേ. ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് നിയ്യത്ത് വെക്കാൻ ചിലപ്പോൾ മറന്നു. അങ്ങനെയാണെങ്കിൽ ഒരാളോട് പറയാം, ഞാൻ അറുക്കുമ്പോൾ നീ നിയ്യത്ത് വെച്ചത്. ബുദ്ധിയുള്ള വകതിരിവായ ഒരാളെ الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله
അപ്പോൾ നിയ്യത്ത് ഒരാളെന്നെ അറുക്കുന്ന ആളെന്നെ നിയ്യത്ത് വെച്ചോളണമെന്നില്ല, വേറെ ഒരാളെ ഏൽപ്പിക്കാൻ പറ്റും. പ്രായവൃത്തിയും വകതിരിവുള്ള ഒരാളെ, ബുദ്ധിയുള്ള ഒരാളെ ഞാൻ അറുക്കുന്ന സമയത്ത് നീ എന്തായി നിയ്യത്ത് വെച്ചിറ് എന്നെന്താകാം ഏൽപ്പിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള സാഹചര്യം നമ്മൾ എന്താണ് ചെയ്യണം. കാരണം ചിലപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞോളന്നില്ല. അതേപോലെ തന്നെ മുഴുവനായിട്ടൊരു മൃഗത്തിന് ഒരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാനും പറ്റും. നിന്നെ ഞാൻ വളിയത്ത് അറുത്ത് കൊടുക്കാനും നിയ്യത്ത് വെക്കാനും എല്ലാം ഏൽപ്പിച്ചു. അങ്ങനെ ഒരാൾ നമുക്ക് വേണ്ടി എന്താകാം സ്വീകരിച്ച് അങ്ങനെ അയാൾ എല്ലാം ചെയ്യാം. അപ്പം എന്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്? പറഞ്ഞതുപോലെ സുന്നത്തായ ഉളഹിയത്താണെങ്കിൽ നമ്മളൊക്കിപ്പോൾ സുന്നത്തായ ഉളഹിയത്താണ് കൊടുക്കുന്നത്. നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ നേർച്ച ഫർലാവും. അതേപോലെ തന്നെ നിർബന്ധമായൊരവസ്ഥ ഞാൻ പറഞ്ഞു. അപ്പം സുന്നത്തായ ഒലിയാണെങ്കിൽ ഞാൻ സുന്നത്തായ ഒലിയെ ഞാൻ അറുക്കുന്നു എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ സുന്നത്തായ ഒലിയെ ഞാൻ വീട്ടുന്നു എന്ന് പറഞ്ഞാൽ മതി. നിയ്യത്തായി നിയ്യത്ത് മനസ്സിലുണ്ടായാൽ മതി. അതുകൊണ്ട് പറയലെന്നുള്ളൂ, സുന്നത്തേ ഉള്ളൂ. മനസ്സിൽ ആ ഒരു കരുത്ത് ഉണ്ടായാൽ മതി. അതേ സമയത്ത് നേർച്ചയാക്കപ്പെട്ട മൃഗമാണെങ്കിൽ അവിടെ നിയ്യത്തിൻ്റെ ആവശ്യമില്ല. കാരണം അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഒരു വളിയത്ത് കൊടുക്കാൻ നേർച്ചയാക്കി എന്ന് പറയലോട് കൂടെ എന്തായി അതിൻ്റെ മേൽക്ക് അല്ലാഹു തആല പോയി. പിന്നെ നമുക്ക് അവിടെ അറുക്കുന്ന സമയത്ത് നിയ്യത്ത് വെക്കണമെന്നില്ല. ഇത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് 10 മിനിറ്റ് ഇൻഷാ അല്ലാഹ്. ഇനി വസിയത്ത്, മരിച്ചുപോയ ആൾക്കാരെ തൊട്ട് വളിയത്ത് കൊടുക്കാൻ പറ്റുമോ ഇല്ലേ? ചിലപ്പോൾ നമ്മളെ മാതാപിതാക്കളുടെ കാലത്ത് നമുക്ക് അവർക്ക് വളിയത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഇന്ന് അൽഹംദുലില്ലാ മക്കളൊക്കെ നല്ല ഉഷാറാണുമ്പോൾ നമുക്കൊരു ബേജാറ്, ഉപ്പാക്കുമ്മാക്കൊരു വളിയത്ത് കൊടുത്താലോ? അങ്ങനെയാണെങ്കിൽ ഷാഫി മദ്ഹബിലെ മുഅ്തമദ് പ്രകാരം മരിച്ചു പോയവർക്ക് ഉളഹിയത്ത് കൊടുക്കണമെങ്കിൽ അവർ വസിയത്ത് വേണം. അവർ പറയണം, നീ എന്താകണം, കഴിവുണ്ടെങ്കിൽ എനിക്ക് ഉളഹിയത്ത് അറുത്ത് കൊടുത്തണം, എനിക്ക് ആഗ്രഹം ഉണ്ടായി, എനിക്ക് കഴിഞ്ഞില്ല എന്നൊരു വസിയത്ത് ഉണ്ട് എങ്കിൽ നമുക്കെന്താക്കാം, മരിച്ചു പോയവരെ തൊട്ട് ഉളഹിയത്ത് അറുത്ത് കൊടുക്കാൻ പറ്റും. ഇല്ല എങ്കിൽ ഷാഫി മദ്ഹബ് പ്രകാരം മുഅ്തമദ് പ്രകാരം പറ്റൂല. ഷാഫി മദ്ഹബിൽ പറ്റോ ഇല്ലേ ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയണം. എന്താണ്, വസിയത്തില്ല എങ്കിൽ പറ്റൂല. പക്ഷേ ചിലപ്പോൾ നമുക്കൊരു ബേജാറുണ്ട്, നമ്മൾ അൽഹംദുലില്ലാ ഇങ്ങനെ വളിയത്തെല്ലാം കൊടുക്കുമ്പോൾ ഉപ്പാക്കുമ്മാക്ക് കിട്ടണമെന്നുള്ളൊരു, അതിന് ഒന്നാമത്തെ വഴി നമ്മൾ വളിയത്തറുത്ത് ഇതിൻ്റെ പ്രതിഫലം ഉമ്മാക്ക് ഹദിയ ചെയ്താൽ നമ്മുടെ ഇതേ പ്രതിഫലം ഉമ്മാക്ക് ഉപ്പ വാപ്പാക്ക് കിട്ടും. വാപ്പാക്ക് ഉപ്പ ഇതിൻ്റെ പ്രതിഫലം എന്താക്കി ഉമ്മാൻ്റെ ഖബറിലേക്ക് പാപ്പാക്ക്, അല്ലെങ്കിൽ മരിച്ചു ആരെ കരുതിയാലും അവർക്ക് അതിന് കൂലി കിട്ടി, ബേജാറില്ല. അല്ലെങ്കിൽ ഇനി വസിയത്ത് ഇല്ലെങ്കിലും പറ്റും എന്നുള്ളത് ഒരഭിപ്രായമുണ്ട്. മഹാനായ ഇമാം ബുഖാരിയുടെ ഉസ്താദായ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ്, അതുപോലെ തന്നെ ഷെയ്ഖ് സിറാജ് എന്ന് പറയുന്ന അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് 10,000 മൃഗത്തിനെ അതായിട്ടുണ്ട് വളിയത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 10,000-ഓളം ഖത്മുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഓതി തീർത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അഭിപ്രായം പറഞ്ഞതിന് പണ്ഡിതന്മാർ പറയുന്നു, വസിയത്തില്ലെങ്കിലും എന്താകാം, നമുക്ക് മരിച്ചുപോയവരെ തൊട്ട് വളിയത്ത് കൊടുക്കാം. പക്ഷെ മുഅ്തമദ് ഷാഫി മദ്ഹബിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വസിയത്തില്ലെങ്കിൽ കൊടുക്കാനില്ല എന്നാ പറയാം. അതാണ് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇങ്ങനൊരു വിഷമഘട്ടത്തിൽ നമുക്ക് എന്താകാം, ഈ ഒരു വഴി സ്വീകരിക്കാം. അല്ലെങ്കിൽ നമ്മളൊരു മൃഗത്തിന് അറുത്ത് ഇതിൻ്റെ പ്രതിഫലം എന്താക്കാം, എൻ്റെ വാപ്പക്കോ ഉമ്മക്കോ എന്താക്കാം അവർക്ക് കൊടുക്കാമെന്നും ചെയ്യാം. അതേ സമയത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് നമ്മളിപ്പോൾ നമ്മളെ മക്കളെല്ലാം ഉണ്ടാവും, ചെറിയ മക്കള്, അല്ലെങ്കിൽ ഭാര്യ ഉണ്ടാവും, പെങ്ങന്മാരുണ്ടാവും, ഓരെല്ലാം ചിലപ്പോൾ പാവങ്ങളായിരിക്കും. അപ്പോൾ നമുക്കൊരു പോത്തെന്തായാലും അറുക്കുന്നു, അപ്പം എനിക്ക് 7 ആൾ വരെ ഷെയർ ആകാൻ പറ്റുമല്ലോ, എൻ്റെ ഒരു പോത്ത് കൊണ്ട് 7 ആൾ വരെ കൂട്ടാൻ പറ്റുമല്ലോ. അപ്പം എനിക്ക് തോന്നി പെങ്ങളൊന്ന് കൂട്ടാം, അല്ലെങ്കിൽ വേറെ നമ്മളൊരു ഫ്രണ്ടിനെയാ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളൊരു 7 ആൾ, അങ്ങനെ ജീവിച്ചിരിക്കുന്ന ആളെ തൊട്ട് വളിയത്ത് കൊടുക്കുകയാണെങ്കിൽ അവരെ സമ്മതമാണ്. അവരോട് ചോദിക്കണം, നിന്നെ തൊട്ട് ഞാൻ വളിയത്ത് കൊടുക്കട്ടെ എന്ന്. അപ്പോൾ ആയിക്കോട്ടെ, കൊടുത്തു, നല്ല കാര്യമല്ലേ.
ഓന് സമ്മതിച്ചില്ല, വേണ്ട നിന്റെ അങ്ങനെ തോതിയത്ത് പറഞ്ഞു, വേറെ ഇത് എന്നോട് സഹകരിച്ചില്ല, ഇപ്പം തോതിയത്ത് കൊടുക്കണ്ട. എന്ത് സമ്മതമില്ലെങ്കിൽ പറ്റൂല, സമ്മതം വേണം. സമ്മതമില്ലാണ്ട് പറ്റൂല ജീവിച്ചിരിക്കുന്നതിനെ തൊട്ട്. അപ്പൊ പിന്നെ ചെറിയ മക്കള് ഇപ്പൊ ചെറിയവർക്ക് സമ്മതം ചോദിക്കാൻ സമ്മതം തരാനുള്ള കഴിവൊന്നുമില്ല. ചെറിയ മക്കളാണ്, നമുക്ക് 3 മക്കളെല്ലാം ചെറുതെല്ലാം ഉണ്ടാവും. അപ്പൊ ഇവരെങ്ങനെയാ സമ്മതം? അപ്പോ അതിലെന്താക്കാം, നമുക്ക് സമ്മതമില്ലെങ്കിലും വാപ്പാക്ക് വല്ലിപ്പാക്ക് 2 ആൾക്ക് മാത്രം എന്താക്കാം, വാപ്പാക്കും വല്ലിപ്പാക്കും മക്കളെ തൊട്ട് എന്താക്കാം ഉളിയത്ത് കൊടുക്കാം. വേറെ ആർക്കും പറ്റൂല. ജ്യേഷ്ഠനിക്ക് ചെറിയ മോനെ തൊട്ട് ഉളിയത്ത് എടുക്കാൻ പറ്റൂല. നമ്മളെ ജ്യേഷ്ഠൻ നല്ല ഉഷാറാണ്, ചെറിയ അനുജനുണ്ട്, മോനെ തൊട്ട് ഉളിയത്ത് പറ്റുമോ? പറ്റൂല. വാപ്പക്കും വല്ലിപ്പാക്കും പറ്റും, വേറെ ആർക്കും പറ്റൂല. ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ അവരുടെ സമ്മതം എന്നാണ് നമുക്ക് ആവശ്യം. അവർ കൊടുക്കുന്ന സമയത്ത് തന്നെ, വാപ്പയും വല്ലിപ്പയും കൊടുക്കുന്ന സമയത്ത് ആ മക്കളുടെ മുതലിൽ നിന്ന് കൊടുക്കരുത്, വാപ്പന്റെയും വല്ലിപ്പാന്റെ മുതലിൽ നിന്നായിരിക്കണം കൊടുക്കേണ്ടത്. വേറെ ആ കുട്ടികൾക്ക് ഒരുപാട് സ്വത്തുണ്ട്, അപ്പോൾ അവർ എനിക്കെന്താ നിന്റെ ഒരു ഓഹരി ഞാൻ കൂട്ടി, ചിലപ്പോൾ അങ്ങനെ വളവുണ്ടാവും, ചിലപ്പോൾ മോനിക്ക് നല്ല പൈസ ഉണ്ടെങ്കിൽ ചെറിയ മോന് അങ്ങനെ ഉണ്ടാവില്ല അക്കൗണ്ടിൽ, അപ്പം എന്താക്കുക ഓനൊരു വിഹിതം എടുത്തിട്ട് നമുക്ക് ഒരു ഒലിയത്തെടുക്കും, ഓനിക്ക് കിട്ടുമല്ലോ കൂലി. നമ്മളങ്ങനെ ഓനിക്ക് കൂലിയാക്കാൻ നോക്കണ്ട, കാരണം എന്താണ്, ഒരു സമ്മതം വേണം. ഇനി സമ്മതമില്ലെങ്കിൽ അവരുടെ മുതലിൽ തന്നെ, ബാപ്പന്റെ മുതലിൽ നിന്ന് വല്ലിപ്പാന്റെ മുതലിൽ തൊട്ട് മാത്രമേ ഒലിയത്ത് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോ സുന്നത്തായ ഒലിയത്താണെങ്കിൽ അത് കുറച്ച് എടുക്കാം. ഒരു സുന്നത്തായ ഒലിയ എടുത്ത് ആ ഒലിയത്തിൽ നിന്ന് ഒരാൾക്ക് കൊടുക്കാണ്ട് ഞാൻ ഒരു മിസ്കീനോ ഫക്കീറിനോ കൊടുത്തു, ബാക്കി മുഴുവൻ എനിക്കെന്താക്കാം തിന്നാം, സുന്നത്തായ ഒലിയത്താണെങ്കിൽ. പക്ഷെ അത് ഏറ്റവും നല്ലതെന്താണ്, അത് മുഴുവനും സദക്ക ചെയ്യുക. ആ മൃഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ കബീദ്, കരള് നമ്മൾ തിന്നുക, ബാക്കി മുഴുവൻ എന്താകുക സദക്ക ചെയ്യലാണ് ഏറ്റവും നല്ലത്. അതേസമയത്ത് നിർബന്ധമായ നേർച്ചയാക്കപ്പെട്ടതോ പറഞ്ഞതുപോലെ നിർബന്ധമായ ഒലിയത്ത് അത് മുഴുവനും സദക്ക ചെയ്യൽ നിർബന്ധമാണ്. അതാർക്ക് പണക്കാർക്ക് കൊടുക്കാൻ പറ്റൂല, മിസ്കീനോ ഫക്കീറോ മാത്രം, ഒരാർക്കും പറ്റൂല. ഇന്ന് നമ്മൾ ഒലിയത്തിൽ കൊടുക്കുമ്പോൾ തറമാറിങ്ങനെ കൊടുക്കുകയാണ്. ചിലപ്പോൾ നിർബന്ധമായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഒലിയത്ത് എവിടെയാണോ അറുത്തത് ആ നാട്ടിൽ തന്നെ അതിൻ്റെ ഇറച്ചി കൊടുക്കണം. ഈ നാട്ടിൽ ഞാൻ ഇപ്പോൾ ഒലിയത്ത് അറുത്താൽ അതിൻ്റെ ഇറച്ചി നീട് തന്നെ കൊടുക്കണം. സുന്നത്തായ ഒലിയത്താണെങ്കിൽ അതിൽ ഒരാൾക്ക് കഴിക്കാനുള്ളത് ഈ നാട്ടിൽ കൊടുക്കാം, ബാക്കിയുള്ളത് എന്താക്കാം വേറെ നാട്ടിലേക്കെല്ലാം നക്കല് ചെയ്യുന്നതിന് കുഴപ്പമില്ല, നീക്കം ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതേസമയത്ത് നിർബന്ധമായ നേർച്ചയാക്കപ്പെട്ട ഒലിയത്താണ്, അല്ലെങ്കിൽ പറയപ്പെട്ടതുപോലെ നിർബന്ധമായിപ്പോയി, അങ്ങനെയാണെങ്കിൽ അത് ഏത് നാട്ടിലാണോ അറുത്തത് ആ നാട്ടിൽ. ഞാനിപ്പോൾ ഈ നാട്ടുകാരനായ ഒരാൾ വേറെ നാട്ടിൽ കൊണ്ടുപോയിട്ട് അറുക്കാം. ഈ നാട്ടുകാരെ നോക്കിയാൽ അവൻ്റെ നാടല്ല നോക്കിയത്, ഏത് നാട്ടിലാണോ അറുത്തത് ആ നാട്ടിൽ. ഈ നാട്ടുകാരൻ ഒരാൾ എന്തായി മുടിപ്പിൽ പോയിട്ട് അറുത്തു, എന്നാൽ ആ മുടിപ്പിൽ തന്നെ കൊടുക്കണം. ചിലപ്പോൾ ഇവിടെ അറക്കാൻ സൗകര്യമില്ല വിചാരിച്ചിട്ട് ആടെ അറുത്തിട്ട് വരാതെ വിചാരിച്ചു പറ്റൂല, ആടെ കൊടുത്തിട്ട് വരണോ, ആടെ അറുത്തിട്ട് എല്ലാം ഇറച്ചി കൊടുത്തിട്ടാണെങ്കിൽ ഓക്കെ, അത് നമ്മൾ സംഭവിക്കുമോ അല്ലേ? അപ്പം എന്താകണം, അതെന്താണ് മുഅ്തമദ്, അങ്ങനെയാണ് ഷാഫി മദ്ഹബിൽ എന്താകണം, സക്കാത്ത് പോലെ എവിടെയാണോ മുതലുള്ളത് ആ നാട്ടിൽ സക്കാത്ത് നിർബന്ധമായത്. അത് ഒലിയത്തിൽ അങ്ങനെ നിർബന്ധമായ ഒലിയത്ത്, നേർച്ചയാക്കപ്പെട്ട ഒലിയത്ത് ഏത് നാട്ടിലാണ് അറുത്തത് ആ നാട്ടിൽ. അതേസമയത്ത് ഈ നാട്ടിലുള്ള പോത്തിനെ വേറെ നാട്ടിൽ കൊണ്ടുപോയിട്ട് അറുക്കാം, അതിന് കുഴപ്പമില്ല. ആ മൃഗത്തിനെ എന്താക്കാൻ നക്കൽ ചെയ്യാം, പക്ഷെ അറുത്ത മാംസത്തിനെ നക്കൽ ചെയ്യാൻ പാടില്ല. ഈടുന്ന് സൗകര്യമില്ല, അറുക്കാൻ വേണ്ടി സൗകര്യമില്ല, വേറെ നാട്ടിൽ കൊണ്ടുപോയിട്ട് അറുക്കാം. സുന്നത്താണെങ്കിൽ ആ നാട്ടിലെ കുറച്ച് ആൾക്കാർക്ക് കൊടുത്തിട്ട് കുറച്ച് കൊടുത്തിട്ട് ബാക്കി നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാം. നിർബന്ധമാണെങ്കിൽ ആ നാട്ടിൽ തന്നെ തീർത്തിട്ട് വരണം. അതാണ് ഒലിയത്തിനെ സംബന്ധിച്ചുള്ള മസ്അല. അതിലും ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എന്ത് മസ്അലയുണ്ട്, ഷാഫി മദ്ഹബിൽ മുഅ്തമദിന് എതിരായിട്ട് ചില മസ്അലകളുണ്ട്. ചിലപ്പോൾ നമ്മൾ അത്യാവശ്യമായി കുടുങ്ങിപ്പോകുന്നതിന് വേണ്ടി പറയാണ്. ആ നാട്ടിൽ എന്താക്കാം, ചിലപ്പോൾ സക്കാത്ത് ആ നാട്ടിൽ തന്നെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ പൈസയുള്ള നാട്ടിൽ തന്നെ കൊടുക്കണമെന്നാണെങ്കിൽ
നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. ഗൾഫിൽ കച്ചവടമുള്ള ആൾക്കാർ നാട്ടിൽ ഒരുപാട് അവകാശികളുണ്ടാവും, ഗൾഫിൽ കച്ചവടക്കാരുണ്ടാവും. അപ്പോൾ അവിടെയാണ് അവൻ്റെ കച്ചവടം ഉണ്ടെങ്കിൽ അവിടെ തന്നെ സക്കാത്ത് കൊടുക്കുന്ന നിയമമാണ്. അപ്പോൾ പിന്നെ അവിടെ എന്താണ് മുഅ്തമദ് എങ്ങനെയാണെങ്കിലും ചിലപ്പോൾ ഷാഫി മദ്ഹബിൽ മർജുവായ രണ്ടാമൊരു അഭിപ്രായമുണ്ട്, വേറെ നക്കിൽ ചെയ്യാം. ആ അഭിപ്രായം പിടിച്ചിട്ട് നിർബന്ധമായി ഇതെന്താക്കാം, നമുക്ക് നമ്മുടെ നാട്ടിൽ കൊടുക്കുന്നതിനെന്തില്ല, വിരോധമില്ല. പക്ഷെ ഏറ്റവും നല്ലതും ഏറ്റവും തഖ്വയും സൂക്ഷ്മത എന്താണ്, ഏത് നാട്ടിലാണോ അറുത്തത് ആ നാട്ടിൽ മുഅ്തമദ് പ്രകാരം കൊടുക്കലാണ് ഏറ്റവും നല്ലത്. ഇത്രയാണ് ഉളിയത്തിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. ഇനി ഒരുപാട് വിഷയങ്ങൾ നമുക്ക് എന്തുണ്ട് ഉളിയത്തിനെ കുറിച്ച് പറയാനുണ്ട്. സമയമായി. ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്തൊക്കെ മറുപടി പറയാം അല്ലേ? അല്ലല്ലേ? പിന്നെ ഉളിയത്ത് ഉദ്ദേശിക്കുന്ന ആൾ അല്ലേ, ദുൽഹിജ്ജ 1 മുതൽ ഉളിയത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ നഖം, അതുപോലെ തന്നെ മുടി, അതുപോലെ തന്നെ രക്തം, ഇതൊന്നും ശരീരത്തിൽ നീക്കാൻ പാടില്ല. ഏതുവരെ? ഉളിയത്ത് അറുക്കുന്നത് വരെ, ദുൽഹിജ്ജ 1 മുതൽ. അതേപോലെ തന്നെ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ മൃഗങ്ങളെ കാണുമ്പോൾ അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലൽ സുന്നത്ത്. ഏത് മൃഗങ്ങളെ? ഉളിയത്ത് അറുക്കാൻ പറ്റി, അതിന് വയസ്സൊന്നും നോക്കണമെന്നില്ല. ഒരു ആടിനെ കണ്ട്, ചെറിയ ആടാണെങ്കിൽ ചെറിയ പോത്താണെങ്കിലും അല്ലാഹു അക്ബർ എന്ന് സുന്നത്ത്. ഇനി വയസ്സൊക്കെ എങ്ങനെയാണ് വയസ്സ് നോക്കേണ്ടത്? അത് വിറ്റ ആൾക്കറിയാം, ഓൻ്റെ അടുത്താണ് പ്രസവിച്ചതാണെങ്കിൽ ഓനിക്ക് കറക്റ്റ് അറിയാം, ഓന് വിശ്വസ്തനാണെങ്കിൽ ഓനെ സ്വീകരിക്കാം. അല്ലെങ്കിൽ ഒരു പശുവിനെ കണ്ടാൽ അറിയുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ എനിക്കിപ്പോൾ 1 വയസ്സായിട്ടുണ്ടാവും, അല്ലെങ്കിൽ 2 വയസ്സായിട്ട്, അവരെ കൊണ്ട് എന്താക്കാം, നമുക്ക് നിർണ്ണയിക്കാം, അവരെ കൊണ്ട് പറയിപ്പി നോക്കിപ്പിക്കാം. അങ്ങനെ പരിശോധിക്കണമെന്നാണ് നിയമം. അത് പരിശോധിച്ചിട്ട് തന്നെ എന്താകണം, വാങ്ങണം. ചിലപ്പോൾ വിശ്വസ്തന് വിറ്റാണ്, ചിലപ്പോൾ പെരുന്നാളിന് ഇപ്പോൾ 2 വയസ്സ് തന്നെ എല്ലാവരും വാങ്ങുമെന്നറിയാം. അപ്പം നമുക്ക് ഒരു വിശ്വാസമില്ല. അങ്ങനെയെങ്കിൽ വിശ്വാസമുള്ളവർ അറിയുന്ന ഒരാൾ പോയി നോക്കി അവൻ പറഞ്ഞത് സ്വീകരിച്ച് നമുക്ക് എന്താണ് വാങ്ങാവുന്നതാണ്. ഇൻഷാദിനെ സംശയിച്ചു എന്താണ്? ഗൾഫിലുള്ള ആൾ നാട്ടിലൊരാളെ ഏൽപ്പിച്ച് കൊടുക്കാം. ഗൾഫിലുള്ള ഒരാളെന്തായി, എനിക്കിപ്പോൾ ഗൾഫിയുടെ ആളെ കൊടുക്കാൻ പറ്റുന്നില്ല, ഞാൻ പൈസ അയച്ചുതരാം, ഈ ഒരു മൃഗത്തിനെ വാങ്ങിയിട്ട് അതിനറുത്തിട്ട് കൊടുക്കുമെന്ന് എന്നെന്തായി പൈസ അയച്ചു കൊടുത്ത്, എന്നാലും നാട്ടിലുള്ള ഒരാൾക്ക് എന്താക്കാം, അതിനെ വാങ്ങിയിട്ട് ഇവിടെ ഒളിയത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത്, എന്നെ ഏൽപ്പിച്ചാൽ അതിൽ നിന്ന് എനിക്ക് എടുക്കാൻ കഴിയില്ല. ഇപ്പം എന്നെ ഗൾഫിലുള്ള ഒരാൾ എന്നെ ഏൽപ്പിച്ച് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ച്, അങ്ങനെ ഞാൻ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒളിയത്ത് എനിക്കെന്താകാം, വട്ടം പോലെ അതിനെ വയസ്സെല്ലാം നോക്കി അറുത്ത് പാവങ്ങൾക്കെല്ലാം കൊടുക്കാൻ എൻ്റെ ബാധ്യതയാണ്, ഞാൻ ഏറ്റെടുത്തുകൊണ്ട്. പക്ഷെ അവിടെ എനിക്കെടുക്കാൻ പറ്റൂല, എൻ്റെ ചെലവിൽ കഴിയുന്ന ആർക്കും എത്തുന്നാനും പാടില്ല. എനിക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമായതുകൊണ്ടാവും, അവർക്ക് പറ്റൂല. കാരണം തന്നാൽ ഞാനാണ് കൊടുക്കുന്ന ആൾ, ഞാനാ വാങ്ങുന്ന ആളും ശരിയാവില്ല. കാരണം ഞാനല്ല, എൻ്റെതല്ല, പക്ഷെ കൊടുക്കുന്ന ആൾ ഞാൻ. എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടാവുമ്പോൾ ഞാൻ എന്നെ ഏറ്റെടുക്കാതെ ഞാൻ എന്നെ വാങ്ങുക, കാബിലും മഖ്ബൂൽ എന്തായി ഒന്നായിപ്പോയി. അപ്പോൾ എനിക്ക് പറ്റൂല. അത് സുന്നത്താണെങ്കിൽ അങ്ങനെ. പിന്നെ അതിലൊരു ദുരൂഹതയുണ്ട്. ചിലപ്പോൾ ഞാൻ വേറെ ആളെ കുറിച്ച് കൊടുക്കുന്നതല്ലേ, എൻ്റെ മുതാണെങ്കിൽ കുഴപ്പമില്ല, ചിലപ്പോൾ നല്ലതല്ല ഞങ്ങൾക്ക് എടുക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ, നല്ല നോക്കിയിട്ട് ഞാൻ വേറെ ആൾ കൊടുക്കുന്നതല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട ആൾക്കാർക്ക് ഞാൻ നല്ല കൊടുത്തിട്ട് അല്ലേ, അങ്ങനെയുള്ള ഇതുള്ളത് കൊണ്ട് എനിക്ക് ചിലവെടുക്കൽ നിർബന്ധം. നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കുക അങ്ങനെയല്ലേ, എനിക്കോ നമുക്ക് ചിലവെടുക്കൽ നിർബന്ധമായ ആൾക്കാരല്ലേ, അപ്പോൾ അവർക്ക് എന്താ തിന്നാൻ പറ്റൂല. ഇനി ഓക്കെ, അന്ന് മുതൽ മതി. എപ്പോഴാണ് അയാൾ ഉദ്ദേശിച്ചത്, അയാൾ മാസത്തിൽ ഒന്നൊന്നുമില്ല ഒതുങ്ങി തറക്കണം തീരുമാനം ഉണ്ടായില്ല. അങ്ങനെ പിന്നെ ഒരു 2-3 ദിവസമായിട്ട് ഇങ്ങനെ ക്ലാസ്സെല്ലാം കേട്ടിട്ടാകുമ്പോൾ അയാൾക്ക് തോന്നി ഒതുങ്ങി തറക്കണം. പിന്നെ അയാൾ നാളെ ഒരു മൃഗമെല്ലാം വാങ്ങി അറുക്കാൻ ഉദ്ദേശിച്ച് ഒരു മൃഗമെല്ലാം കിട്ടി. അന്ന് മുതൽ അയാൾക്ക് എന്താണ്, അത് ബാധകമായി. അതിന് മുന്നെടുത്തൊന്നും ബാധകമല്ല. ഇങ്ങനെ ഒരാൾ വീട്ടിലെ വാപ്പാണെങ്കിൽ എന്തില്ല, വാപ്പ അറുക്കാണ് ചെറിയ മക്കളെ തൊട്ട്, എന്നാലും സമ്മതം വേണ്ട ആവശ്യമില്ല. ഓരോരുത്തരുടെ മതി എന്താവും മതിയാവും. ഓരോരുത്തരുടെ ചെറിയ മക്കളാണ് വാപ്പക്ക് അറുക്കാം, വല്യപ്പാക്ക് അറുക്കാം. എന്തേ
ബാപ്പയ്ക്ക് ചെറിയ മക്കളെ തൊട്ട് ഒളിയത്ത് കൊടുക്കാം, ഒരു വല്യപ്പാക്കും പുള്ളീനെ തൊട്ട് എന്താകാം ഒളിയത്ത് കൊടുക്കാം, അവർക്കത് മതിയാവും. പിന്നെ ഒളിയത്ത് മതിയാവുന്ന പറഞ്ഞാൽ ഹക്കീക്ക പോലെയല്ല. ഹക്കീക്ക എന്നാൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യം സുന്നത്തുള്ളൂ. ഹക്കീക്ക ഒളിയത്തിന് എല്ലാ കൊല്ലവും സുന്നത്തുള്ളൂ. ഒളിയത്തിന് പരിധിയില്ല. അത് എത്ര മൃഗങ്ങൾ അറുക്കണമെന്നോ, ഏത് കുറഞ്ഞത് പറഞ്ഞത് ഇത്ര വയസ്സാണോ, 100, 200 എത്ര വേണമെങ്കിൽ അറുക്കാം. റസൂലുള്ളാഹി അലൈഹി വസല്ലം അതുകൾ 100 അറുത്തുന്നല്ലേ. അത് പിന്നെ ഞാൻ ഒരാളെ കുട്ടികളുണ്ടാവും, നിന്റെ ഒളിയത്ത് കൊടുത്തിനി, നീ ഇന്ന് അറക്കണ്ടായിനി, കാരണം നിന്റെ അന്ന് ഞാനെന്നെ കൊടുത്തിനി അന്ന് പറയണ്ട. കാരണം എന്താണ്, അത് അവൻ്റെ ഇത് പിന്നെ ഒന്നും കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ. കഴിവുള്ള സമയത്തൊക്കെ ഇത് അറക്കണം തന്നെ. മൻ വജദ സഅതൻ ലിഅയ്യുളഹിയ, ഒരാൾക്ക് വലിയത്ത് കൊടുക്കാനുള്ള കഴിവ് എപ്പോൾ ഉണ്ടോ അതിനുള്ള പെരുന്നാളിൻ്റെ ദിവസം അവനിക്ക് ചിലവെടുക്കൽ, അവരുടെ വീട്ടുകാർക്കൊക്കെ ഭക്ഷണം, അതുപോലെ തന്നെ ഡ്രസ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു മൃഗത്തിനെ വാങ്ങാനുള്ള കഴിവുണ്ടോ അവനക്ക് ഒലുക സുന്നത്താണ്. അങ്ങനെ കഴിവുള്ള ആള് ഒലുക കൊടുത്തില്ല എങ്കിൽ അത് കറാഹത്തുമാണ്, അത് കറാഹത്താണ്. കാരണം ഇത് മുഅക്കദായ സുന്നത്താണ്. ഇമാം അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബിൽ എന്താണ് നിർബന്ധമായത് കൊണ്ട്. ഇങ്ങനെ അല്ല ഇത് നല്ല ചോദ്യമാണ്. കാരണം എന്നാല് ഒലിയത്തിൻ്റെ മൃഗം ഇങ്ങനെ ഇത് ഒലിയത്ത് എന്ന് പറഞ്ഞാൽ നിർബന്ധമാവുമല്ലേ, ഒലിയത്താകുന്ന നിർബന്ധം. ഒലിയത്താകുന്ന നിർബന്ധം കൊണ്ട് ഇയാൾ എന്തായി ഒലിയത്ത് എന്ന് പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ സുന്നത്തായ ഒലിയത്ത് നീയത്തെല്ലാം വെച്ച് അങ്ങനെ ഇറച്ചി കൊണ്ടുപോകുമ്പോൾ ഇത് ഒലിയത്ത് എന്ന് പറഞ്ഞു. നീ അറക്കലോട് കൂടെ കഴിഞ്ഞു, അതിൻ്റെ സമയം അറക്കലോട് കൂടെ. പിന്നെ നീയത്ത് വെക്കേണ്ടത് അറക്കുന്ന സമയത്താണ്, അറക്കുന്നത് വരെ സമയം. അത് കഴിഞ്ഞ ഇറച്ചി ഇത് ഒലിയത്തിൻ്റെ ഇറക്കി കുർബാന ഇറച്ചി കുഴപ്പമില്ല. ആ 5 ആളെ കുറിച്ച് ഒളിയത്തിങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഒരാൾ അറുക്കുന്നതിന് 5ൽപ്പെട്ട ഒരാളെന്നെ വേറെ. അപ്പം എന്താക്കാം, ഇവരെല്ലാം കൂടിയിട്ട് അറുക്കാൻ നിന്നെ ഏൽപ്പിച്ച്, അറുക്കാനായിരുന്നു ഏൽപ്പിച്ച്, നിന്നെ ഏൽപ്പിച്ച്. അത് ഇവരെല്ലാം അറിഞ്ഞിട്ട് എന്തായി മനസ്സിൽ കരുതി അറുക്കുമ്പോൾ നീയത്ത് മതിയാവും. ഒരാൾ അറുക്കാൻ ഓനെ ഏൽപ്പിച്ച് നമുക്ക് അറുക്കുന്ന സുന്നത്താണ്, വേറെ ആൾ അറുക്കാനെ ഏൽപ്പിച്ച്. അറുക്കുന്ന ആളെന്നെ നീയത്ത് വെച്ചോളന്നില്ല, അറുക്കുന്ന ആളെന്നെ വെച്ചോളന്നില്ല. നമുക്ക് അതിൻ്റെ ഉടമസ്ഥ ഓനെ അറുക്കുകയാണ്, നമ്മൾ അറുക്കാൻ ഓനെ ഏൽപ്പിച്ച് നീയത്ത് നമ്മൾ വെക്കുന്നു. നമുക്ക് ഇരുന്ന് നീയത്ത് വെക്കുക, ഓനെ അറുക്കുക, അത് പറ്റും. അറുക്കുന്ന ആൾ വെക്കണമെന്നില്ല. നീയത്ത് ഒരാൾ അറുക്കാൻ ഏൽപ്പിച്ച് പിന്നെ ഒരാളാണ് നീയത്ത് വെക്കാൻ ഏൽപ്പിച്ച് നമ്മൾ അവിടെ ഉണ്ടായിട്ട് എന്നാലും പ്രശ്നമില്ല. നമ്മൾ ഒരാൾ നീയത്ത് വെക്കാൻ ഒരാളെ ഏൽപ്പിച്ച് ഒരാൾ അറുക്കാൻ ഏൽപ്പിച്ച് നമ്മൾ അവിടെ നിന്ന് എന്നാലും കുഴപ്പമില്ല. നേർച്ചയാക്കി ഒളിയത്ത് നേർച്ചയാക്കപ്പെട്ടതായ ഒരു ഒളിയത്ത്. ആ നേർച്ചയാക്കപ്പെട്ടതായ ഒളിയത്തിന് എന്താക്കി വേറെ നാട്ടിൽ കൊണ്ടുപോയിട്ട് അറുത്ത്. കാരണം വേറെ നാട്ടിൽ കൊണ്ടുപോയിട്ട് അറുത്ത് ആടെ കൊടുക്കണമെന്നാണ് മസാല, ആ നാട്ടിൽ കൊടുക്കണമെന്ന് മസാല. അങ്ങനെ എന്താക്കി മുഅത്തമദ് പ്രകാരം ആ നാട്ടിൽ കൊടുക്കണമെന്നാണ്. അങ്ങനെ മുഅത്തമദ് പ്രകാരം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ എന്താക്കി ഈ നാട്ടിൽ കൊണ്ടുവന്നാൽ അത് വീടൂല. എനിക്കാണ് ഞാൻ പറഞ്ഞ രണ്ടാമതൊരു അഭിപ്രായം എന്നുണ്ട്. രണ്ടാമത്തെ അഭിപ്രായം ഷാഫി മദബിൽ മർജുവായൊരു അഭിപ്രായം. അത് ഒന്നാമത്തെ അഭിപ്രായമല്ല. രണ്ടാമത്തെ അഭിപ്രായം എന്താണ്, ചിലപ്പോൾ അവിടെ നിന്ന് നെക്കിൽ ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു തീരുമാനം പറഞ്ഞാൽ എനിക്കാണ്. ചിലപ്പോൾ നമുക്ക് ചില സാഹചര്യങ്ങൾ അങ്ങനെയാണ്, ചിലപ്പോൾ എല്ലാ സ്ഥലത്തും അറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു അഭിപ്രായം പിടിച്ച് എന്താക്കാം, നമുക്ക് അവിടുന്ന് നെക്കിൽ ചെയ്തിട്ട് എന്താക്കാം ചെയ്യാം. പിന്നെ അപ്പോൾ ഒളിയത്ത് എന്തായി വീടുകയും ചെയ്തു, ഒളിയത്ത് കഴിഞ്ഞു, വീടിയില്ലേ. ഇങ്ങനെ ഒളിയത്തിൻ്റെ ഇറച്ചി അത് ഫക്കീർ, മിസ്കീന്, അഗ്നിയ 3 വിഭാഗം ആൾക്കാരാണ് ഒളിയത്തിൻ്റെ മാംസം കഴിക്കേണ്ട ആൾക്കാർ. നിർബന്ധമായ ഒളിയത്താണോ നേർച്ചയാക്കപ്പെട്ട ഒളിയത്താണോ അത് ഫക്കീർ, മിസ്കീന് മാത്രം, ഒരാൾക്ക് പറ്റൂല. ഞാൻ പറഞ്ഞു ഫക്കീർ എന്ന് പറഞ്ഞാൽ ആര്, മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഈ ഫക്കീറും മിസ്കീൻ അല്ലാത്ത ഒരൊറ്റ ഖനിയാണ്.
ഫക്കീറും മിസ്കീൻ അല്ലാത്തവർക്ക് പറ്റൂല, ഈ നിർബന്ധമായതോ നേർച്ചയാക്കപ്പെട്ടതോ പറ്റൂല. അതേ സമയത്ത് സുന്നത്തായ ഉളുഹിയത്തിൽ ഞാൻ ഒരു പിടി ഒരാൾക്ക് മതിയാകുന്നത് ഒരാൾക്ക് ഒരു ഫക്കീറിന് കൊടുക്കൽ നിർബന്ധം, ഒരു പിടി ഒരു ഫക്കീറിന് കൊടുക്കൽ നിർബന്ധം. ബാക്കി മുഴുവൻ എന്താക്കാം, എനിക്ക് പണക്കാർക്ക് കൊടുക്കാം, അതുപോലെ തന്നെ മിസ്കീനും കൊടുക്കാം, ഫക്കീറിന് കൊടുക്കാം. ഏറ്റവും നല്ലതെന്താണ് ഫക്കീർ മിസ്കീന്മാർക്ക് കൊടുക്കലാണ്. ഇവിടെ ഒരു കാര്യം ചോദിച്ചുകൊണ്ട് നല്ലതായി. കാരണം എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഫക്കീർമാർക്ക് മിസ്കീന്മാർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് എന്താക്കാം, അതിന് കുറേ ഇറച്ചി കിട്ടിയിട്ടായി ഒരു ഫക്കീർ നോക്കുമ്പോൾ അല്ലേ ഓനിക്ക് എല്ലാവരും ഫക്കീർ എൻ്റെ ഓനിക്ക് എൻ്റെ ഇറച്ചിയെല്ലാം കൊണ്ട് കൊടുത്തു നോക്കുമ്പോൾ ഓൻ്റെ ഫ്രിഡ്ജ് ഫുള്ള് നിറഞ്ഞ്, അത് അപ്പുറത്തെ പേര് ഫ്രിഡ്ജെല്ലാം ആയി. അങ്ങനെ ഓനിക്ക് ഇനി അത്ര ഇറച്ചിയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഫക്കീറിൻ്റെ എല്ലാവരും കൊടുത്തു. അന്ന് ഓനിക്ക് എന്താക്കാം, അതിനടുത്ത് വിൽക്കാം. അത് ഇറച്ചിക്കുന്ന 300 രൂപ എല്ലാവർക്കും ആവശ്യമില്ല പെരുന്നാളിന്. അങ്ങനെ എന്താക്കി ഓനിക്കെന്നെ വിൽക്കുകയും ചെയ്യാം. വിൽക്കാനുള്ള അധികാരമുണ്ട്. എനിക്ക് എന്ത് പണിക്ക് ഒരാൾക്ക് വിൽക്കുകയോ ഒരാൾക്ക് വെറുതെ കൊടുക്കുകയോ ചെയ്യാം. അതേ സമയത്ത് ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം, അപ്പോൾ ഞാനെന്താ ഈ സുന്നത്തായ ഒളിയത്തിന് ആർക്ക് കൊടുക്കാൻ പറ്റൂ? പണക്കാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ഫക്കീർ മിസ്കിൻ അല്ലാത്തവർക്ക് സുന്നത്തായ ഒളിയത്തിന് കൊടുക്കാൻ പറ്റും. പക്ഷേ ആ കൊടുക്കുന്ന ഒളിയത്ത് ആ പണക്കാരന് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റൂല. ഓനിക്ക് എന്തിനേ പറ്റും? അത് അവനിക്ക് തിന്നാൻ മാത്രമേ പറ്റൂ. അവനും അവൻ്റെ വീട്ടുകാർക്ക് തിന്നാനല്ലാണ്ട് അപ്പുറത്തെ പേർക്ക് പോലും കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറയണമെന്ന് വിചാരിച്ചാണ്. അതുകൊണ്ട് ചോദിച്ചുകൊണ്ട് എന്താണ്, കാരണം എന്താ, ഓനിക്ക് വേറെ ആർക്കും കൊടുക്കാൻ പറ്റൂല. ഓനിക്ക് എന്നെ വെറുതെ കൊടുക്കാനും പറ്റൂല. ഞങ്ങൾക്ക് ഇറച്ചി കുറേ കിട്ടീനി അതുകൊണ്ട് നിങ്ങൾക്ക് എടുത്തു പറ്റൂല. ഓന് ഇനിയാണെങ്കിൽ പിന്നെ എനിക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പൂച്ചയ്ക്ക് പോലും കൊടുക്കാൻ പറ്റൂല. ഓൻ ചോറിക്കുമ്പോൾ പൂച്ച വന്നിട്ട് സാധാരണ കൊടുക്കുന്നത്, കാരണം ഇത് ഒളിയത്താണ്. ഓനിക്ക് മാത്രം അതിൻ്റെ അധികാരം. പൂച്ചയ്ക്ക് പോലും എന്തായിട്ടില്ല, ഇത് പറ്റൂല എന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് ചോദ്യമാണ്. എന്ത്, ഞാനൊരു ഫക്കീറിന് കൊടുത്തു. ആ ഫക്കീറിൻ്റെ പെരയിൽ നല്ല അടിച്ച് കറിയെല്ലാം വെച്ചിട്ടാകുമ്പോൾ അപ്പുറത്തെ പേരത്തിൽ മുതലാളി വന്നു രാത്രി അല്ലേ, എന്നിട്ടാകുമ്പോൾ ഓൻ്റെ പേരിൽ അതേക്ക് അറിയുള്ളൂ. ഓനിക്ക് പറ്റും. ആ ഫക്കീറിന് കൊടുത്ത ഫക്കീറിനിക്കിനെ വിൽക്കാനും പറ്റും, വെറുതെ കൊടുക്കാനും പറ്റും. ഓനിക്ക് എങ്ങനെയായിട്ടും പറ്റും. പക്ഷേ പണക്കാരന് കൊടുത്ത ഒളിയത്തിൽ വേറെ വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റൂല. നമ്മളെ പേരയിൽ എന്താക്കി അന്ന് ഒളിയത്ത് കിട്ടിയത് കനിയാണെങ്കിൽ അന്ന് ഫുഡാക്കി, അതിൻ്റെ വേറെ ആൾക്കാർ വന്നു പറ്റൂല. വേറെ ആൾക്കാർ വന്ന് ഈ കറി പറ്റൂല. കാരണം എന്താണ്, എനിക്കെൻ്റെ ചിലവർ കഴിയുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ. ഇത് പ്രത്യേകം ഒളിയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാവമാണ്. കാരണം വേറെ ആൾക്കാരെ കൊടുക്കാൻ പറ്റൂല, കാരണം അധികാരമില്ല. അവനിക്ക് തിന്നാം. അത് വെറുതെ കൊടുക്കാനും പറ്റൂല, വിൽക്കാനും പറ്റൂല, ഒന്നിനും പറ്റൂല ആർക്ക്. അപ്പോൾ തൽക്കാലം ഒളിയത്ത് കൊടുക്കുമ്പോൾ വാങ്ങുമ്പോഴും ശ്രദ്ധിക്കണം, കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കണം അല്ലേ. കറിയുണ്ടാക്കിയിട്ടോ ഇറച്ചിയോ മുസ്ലിം അല്ലാത്ത ഒരാൾക്കും കാഫിറിനിക്ക് ഒളിയത്ത് കൊടുക്കുന്നത് ഹറാമാണെന്ന അവസ്ഥ. കാഫിറിന് നമ്മൾ പെരയിൽ കുറേ ഒരു വേസ്റ്റായി പോകും, ചീഞ്ഞു പോവാണ്, തിന്നാനാളില്ല. എന്താണ്, അപ്പുറത്ത് ഫുള്ള് കാഫിറ എന്ന അവസ്ഥയിൽ പോലും ഉളുഹിയത്തായത് കൊണ്ട് കാഫിറിനിക്ക് എന്താവില്ല, പറ്റുകയില്ല. കാഫിറിനിക്കത് കൊടുക്കൽ ഹറാമല്ല. ഫുഖഹാക്ക് വ്യക്തമാക്കി പറഞ്ഞതാണ്, കാഫിറിന് കൊടുക്കാൻ പറ്റൂല. കാരണം ഉളുഹിയത്ത് അള്ളാഹുവിൻ്റെ പേരിൽ ബലിയർപ്പിച്ചു കൊടുത്ത മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെയും ഇസ്മായിൽ നബി അലി ഇസ്ലാം ഭരണയ്ക്ക് വേണ്ടി കൊടുത്തതാണ്, അതിന് പറ്റൂല. ഏതുപോലെ സക്കാത്തിൻ്റെ മുതൽ കാഫിന് പറ്റാത്തതുപോലെ അതേസമയം സദക്ക കൊടുക്കും. എനിക്ക് വേറെ എല്ലാം എന്തർച്ചി പിന്നെ അത് പറ്റും. വലായുസ്രഫ ശൈഉം മിൻഹാ ലികാഫിറിൻ അല നസ്സി, പരിശുദ്ധമായ ഖുർആനിൽ അത് വ്യക്തമായി പറഞ്ഞതുകൊണ്ടാണ് കാഫിറിക്ക് തൊഹഫയിൽ പറയുന്നത് എന്താണ്, ഒരിക്കലും കാഫിറിന് ഒരു നിലക്കും കൊടുക്കാൻ പറ്റൂല. അത് കറി വെച്ചിട്ടാണോ മാംസമായിട്ടാണോ ഒരു നിലക്കും കൊടുക്കാൻ പറ്റൂല. പണക്കാർ എന്നുള്ള മാനദണ്ഡം ഞാൻ പറഞ്ഞു. ഫക്കീർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫക്കീർ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഓനിക്കൊരു 500 ആവശ്യമുള്ള 250 പണിയുണ്ട്, അങ്ങനെ ജീവിച്ചു പോന്നു.
ബാക്കിയൊന്നും മതിയാവുന്നില്ല. ഓൻ്റെ ജീവിതത്തിൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസവും കാര്യവും ഇതെല്ലാം അത്രയും മതിയാവും. പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അതാണ് ഫക്കീർ. രണ്ടാമത്തത്, എനിക്കൊരു 500 രൂപൻ്റെ ചിലവുണ്ടെങ്കിൽ 300-400 കിട്ടുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യവും ഓനെ കൊണ്ട് മതിയാകുന്നില്ല. വേറെ ആളൊക്കെ ആശ്രയിക്കേണ്ടി വരുന്നു, ചിലപ്പോൾ കടം വാങ്ങേണ്ടിയും വരുന്നു. ഏത് ഇങ്ങനെയുള്ള ആരാണ്? മിസ്കീന്മാരാണ്. ഈ ഫക്കീറും മിസ്കീനും അല്ലാത്ത ആരുണ്ടോ ഇവരൊക്കെ പണക്കാരാണ്. പണക്കാരാതെ ഇപ്പോൾ അവിടെ പണക്കിങ്ങക്ക് ഗനി എന്ന നിലയ്ക്ക് തന്നാണെങ്കിൽ പറ്റൂല. ഏത് ചിലപ്പോൾ അവിടെ ഗനി എന്ന അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്കറിയാലോ. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ നല്ല പൈസ എല്ലാം ഉണ്ട് അല്ലേ? അപ്പോൾ അത് നമുക്ക് വേണ്ടില്ല, ഫക്കീറല്ല മിസ്കീനല്ല. ഈ ഒരു അവസ്ഥയിൽ ഞാൻ വാങ്ങിയിട്ടാകുമ്പോൾ എനിക്കറിയാം ഞാൻ ഗനിയാണ്. അപ്പോൾ പണക്കാരെന്താണ്? അപ്പോൾ ഈ മസാല അറിഞ്ഞിരിക്കണം. അപ്പോൾ അവർ എന്താക്കുന്നത്? ഈ നിലക്ക് ഒരു നിലക്കും എന്താവൂല, കൊടുക്കാൻ പറ്റൂല. ഗസ്റ്റിനോ വെറുതെ കൊടുക്കാനോ വെറുതെ കഴിപ്പിക്കാനോ. ഫുഖഹാ ഇതിൻ്റെ അൽ ഉളുഹിയത്തും ഒരു അഗ്നിയാവും. ഉളുഹിയത്തും പണക്കാരും ഇതിൻ്റെ പറഞ്ഞ ബാബ് ഉളുഹിയത്തിൽ എന്ത് ഉളുഹിയത്തിൻ്റെ വിഷയം വരുമ്പോൾ പണക്കാരും ഉളുഹിയത്തും. അത് എന്തിനാണ് അത്ര ഗൗരവത്തിലൂടെ പറഞ്ഞത്? അത് വലോ ഇത്ഹാമുൽ അഗ്നിയാൽ മുസ്ലിമീന മിന്നു നയ്യൻ മത്ബൂഹൻ, അവർക്ക് എന്താ സുന്നത്തിൽ നിന്ന് കൊടുക്കാം. പക്ഷേ അവർക്ക് ലാ തംലീക്കും ഷൈഅൻ മിൻ ഹാരിൽ ബൈഇ, ഒരിക്കലും കച്ചവടക്കാനോ അല്ലെങ്കിൽ വേറെ ഒരു നിലക്ക് ബിനഹവി ബൈഇൻ വഹിബത്തിൻ ബൽ ബിനഹവി അഖിലിൻ വതസദ്ദഖിൻ വളിയാഫത്തിൻ ഗനിയൻ, ഒരിക്കലും ഉണ്ടാവൂല. എനിക്ക് ഒരു അതിഥിനെ സൽക്കരിക്കാൻ അവർ പറ്റൂല. അവരെ കണക്കിൽ ഈ മിസ്കിനെ നമുക്കറിയാം വാങ്ങുമ്പോൾ. അവർ ചിലപ്പം നമ്മളെന്താകണം ഈ മസാല നമ്മളതനുസരിച്ച് പെരുമാറണം അവരോട്. ചിലപ്പോൾ നമുക്ക് ഈ തരുമ്പോൾ പറയണം ഇങ്ങനെ ഏതിലെക്കാൻ തരുന്നു ചോദിക്കണം അല്ലേ? ഏതിലേക്ക് ചോദിക്കാൻ ഇല്ലെങ്കിൽ ചില വേറെ മാലിക്കി മദ്ഹബിലോ ഇങ്ങനെ അഭിപ്രായം ഉണ്ടോയെന്ന് അറിയില്ല. ഷാഫി മദ്ഹബിൽ എന്താണ് ഇങ്ങനെയാണ്, പണക്കാർക്ക് ചിലപ്പോൾ ഇങ്ങനെയാണ്. ഗൾഫിലെ പല ആൾക്കാരെയും മിസ്കിന്മാരായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താകണം ആ വിഷയത്തിൽ കുറച്ച് സൂക്ഷ്മത ഉണ്ടെങ്കിൽ നമുക്ക് നല്ലത്, ഇല്ലെങ്കിൽ നമ്മൾ അനുവദിനാവൂല. ആട് അങ്ങനെയല്ല, ഒട്ടകത്തിനേക്കാൾ ആട് നല്ലതല്ല പറഞ്ഞത്. ഒട്ടകത്ത് 7 ആട് ഒന്നിച്ചു കൊടുക്കും നല്ലത്, ഒരാടല്ല. ഒട്ടകത്തിനേക്കാൾ ഏറ്റവും നല്ലതാണ് 7 ആട് ഒന്നിച്ചു കൊടുക്കൽ, ഒരാടല്ല. ആടിൻ്റെ മാത്രമല്ല, ഒളിയെടുത്ത് കൊടുക്കുന്ന ഓരോ വസ്തുവിൻ്റെയും നിറങ്ങളിൽ നിന്നുണ്ട് വ്യത്യാസമുണ്ട്. നമ്മൾ ഏറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒളിയത്ത് കൊടുക്കുമ്പോൾ ലഹാ ബി കബശൈനി അംലഹൈനി അബിയലൈന് വെളുത്ത അംലഹൈന് വെളുത്ത ആടിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കിയത് ഒളിയത്ത് കൊടുത്തത്. അപ്പോൾ അവിടെ എന്തുണ്ട്? അതിൻ്റെ നിറത്തിലും എന്തുണ്ട് വ്യത്യാസം. ഏറ്റവും നല്ല നിറം ഏതാണ്? ഏറ്റവും നല്ലത് വെളുത്തതാണ്. വെളുത്ത ഏത് പോത്തെന്തായാലും വെളുത്ത ഉണ്ടാവില്ല അല്ലേ? മൂര്യാകുമ്പോൾ എന്തുണ്ടാവും? വെളുത്തതെല്ലാം ഉണ്ടാവും. ആട് വെളുത്തുണ്ടാവും. അപ്പോൾ വെളുത്തത് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞ് പിന്നെ ഫസ്സഫ്രാഹു മഞ്ഞ കളർ ഉണ്ടാവില്ലേ? മഞ്ഞ കളർ മൂരിയെല്ലാം വരുന്നത്, പോത്തല്ല ആട് വരുന്നത്. അത് കഴിഞ്ഞ് അതില്ലെങ്കിൽ പിന്നെയാണ് ചുവന്ന മൂരിയിലുണ്ടാവും ചുവന്നത്. അപ്പോൾ ഫസ്റ്റ് വെളുത്തത്, പിന്നെ മഞ്ഞ കളറ്, പിന്നെ ചുമന്ന കളറ്. അതില്ലെങ്കിൽ പിന്നെയാണ് ബൽക്കാ തവിട് കളർ, തവിട് നിറത്തിലുണ്ടാവും. മഞ്ഞയിലാണ് ഒരു കോഫി കളർ അതുണ്ടാവും. പിന്നെയാണ് ഫസ്സൗദാവും കറുത്തത്. നമ്മൾ നല്ല ലൈക്കാക്കുന്ന കറുത്തനാണ്, ലാസ്റ്റ് ഗ്രേഡാണ് കറുത്തത്. ഏത് കറുത്ത പോത്തെ അതിൻ്റെ കളർ എങ്ങനെ ഉണ്ട് അല്ലേ? ഏറ്റവും നിറത്തിൽ ലാസ്റ്റ് ഗ്രേഡാണ് ഏത്? കറുത്ത ഗ്രേഡ്. ഏറ്റവും നല്ലത് എന്താണ്? ആട് കറുത്ത കാണാനതിന് കാണാനല്ല ഇതുണ്ടാവും. പക്ഷെ നല്ലത് എന്താണ്? നിറത്തിനും വ്യത്യാസമുണ്ട്. എനിക്കെന്തുണ്ട്? ഓരോ പ്രതിഫലമുണ്ട്. ഈ നിറത്തിലായ ഇത്ര പ്രതിഫലം ഏത്? അപ്പോൾ ലാസ്റ്റ് പ്രതിഫലം കുറഞ്ഞതാണ് ഏത്? കറുത്തേന് കൊടുക്കുക.
അപ്പൊ ഇതെന്താണ്? അപ്പോ നിറത്തിലുള്ളത് ആദ്യം വെളുത്തത്, രണ്ടാമത് മഞ്ഞ കളറുള്ളത്, 3 ചുമന്നത്, പിന്നെ തവിട് കളർ, പിന്നെ കറുത്തത്. ഇങ്ങനെ 5 നിറമുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കറുത്തതും വെളുത്തതും ഒന്നിച്ചുള്ളത് അങ്ങനെ ഉണ്ടാവില്ല. കറുത്തതും വെളുത്തതും ഒന്നിച്ച് അതുകൊണ്ട് കറുത്ത പകുതി കുറച്ച് എൻ്റെ ഇടയിലിടയിൽ കറുത്തിട്ടുണ്ടാവും, ഇടയിലിടയിൽ വെളുത്തിട്ടുണ്ടാവും. അത് ഓരോന്നിനും ഓരോ ഗ്രേഡ്. ആടിന് മാത്രമല്ല, അത് മൂരിയിലും ഒട്ടകത്തിലും ഉണ്ട്. പോത്തിനാകുമ്പോൾ ബാധകമല്ല, പോത്തെല്ലാം കറുത്ത തന്നെ അല്ലേ അല്ലേ. പിന്നെ വേറെ ഒന്നുണ്ടോ? അപ്പോൾ ഇനി ഇൻഷാല്ലാ സുബീസ്കാരം കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ കുറച്ച് അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ പാട് ചർച്ച ചെയ്യാം അല്ലേ. വേറെ ചോദ്യമില്ല ഉസ്താദേ? അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് നിസ്കാരം കഴിഞ്ഞ് അല്ലേ ദിക്ർ ചൊല്ലി ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ ഒരുപാട് മസ്അലകളൊക്കെ പഠിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇങ്ങനെ